ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ സഭയിൽ സഭാ പ്രവർത്തനങ്ങളിൽ അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് നയിച്ച പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്ന മേഖലയിൽ കൂടി നമുക്ക് ഇച്ചിരി സഞ്ചരിക്കാം. പക്ഷെ അതിനു മുമ്പ് പരിശുദ്ധ അമ്മയെപ്പറ്റി ഏതാനും കാര്യങ്ങൾ. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് നൽകിയ സന്ദേശത്തിൻ്റെ ബാഹ്യമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് പങ്കുവെക്കാം. 2000 ആണ്ടിൽ സ്വർഗം ഏറ്റവും ബഹുമാനിക്കുന്ന മാർപ്പാപ്പമാരിൽ ഒരാളായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഒരു മാർപ്പാപ്പ ആയിരിക്കുന്ന ജോൺ പോൾ II, അദ്ദേഹത്തിൽ കൂടിയാണ് ജപമാലയ്ക്ക് പൂർണ്ണത കൈവന്നത്, അല്ലേ? ആണ്. അദ്ദേഹത്തിന് ആദ്യം നമുക്ക് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളുണ്ടായിരുന്നു. ഈശോ ജനിക്കുന്നത് ഇങ്ങനെ 5-ാം രഹസ്യത്തിൽ 12-ാം വയസ്സിൽ കാണാതെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേഗം ചാടുന്നത് ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ പറ്റിയായിരുന്നു, അല്ലേ? അല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ കേട്ടോ, അല്ല ഞാൻ മണ്ടത്തരൊന്നും പറയാം. അപ്പം അതെ, അത് കഴിഞ്ഞ് പിന്നെ മഹിമയുടെ സ്വർഗാരോഹണം, അതായത് 12-ാം വയസ്സിൽ ഈശോ കാണാതെ പോകുന്നത്, പിന്നെ ദുഃഖത്തിൻ്റെ ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഈശോയുടെ മാമോദീസ, ഈശോ സുവിശേഷം വചനം പ്രഘോഷിക്കുന്നത്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ആ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നൂറ്റാണ്ടുകളോളം നോക്കിയിരുന്നതിന് ശേഷം പരിശുദ്ധ അമ്മയിൽ കൂടെ കിട്ടിയ കൃപ കൊണ്ട് ഈ ജപമാല പൂർത്തീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ജോൺ പോൾ II എന്ന് പറയുന്ന മാർപ്പാപ്പ 2000 ആണ്ടിൽ ലോകത്തോട് വളരെ വ്യക്തമായ ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വൈതരണിയിൽ കൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിൻ്റെ ഏറ്റവും രക്ഷയുടെ മാർഗങ്ങൾ, രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 2 ആയുധങ്ങളാണ് സ്വർഗം ഭൂമിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ഒന്ന് വിശുദ്ധ കുർബാന, ആമേൻ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പരിശുദ്ധ അമ്മ, പ്രൈസ് ദി ലോർഡ്. അതായത് നിങ്ങൾ ഒരു ജീവനോടൊക്കെ ഇരുന്നേ പരിശുദ്ധ അമ്മയെ പറ്റി പറയല്ലേ. അപ്പം ഈ യൂക്കറിസ്റ്റ്, അതായത് വിശുദ്ധ കുർബാനയിൽ കൂടെ കിട്ടുന്ന അഭിഷേകം, ആ അനുഗ്രഹം, അതാണ് ഈ ലോകത്തിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലോകം അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ തകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന നിമിഷങ്ങളിലെല്ലാം അവിടെ അത്താണിയായിട്ട് സഖാവായിട്ട് കടന്നു വരുന്നതും സ്വർഗത്തിൻ്റെ അനുവാദത്തോടുകൂടി പരിശുദ്ധ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ, നമുക്കറിയാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ കാലഘട്ടമെല്ലാം എങ്ങനെ പൈശാചിക ശക്തികളുടെ ഒരുപാട് സ്വാധീനങ്ങൾ മനുഷ്യ മക്കളിലും സഭകളിലും സഭാധനേരിയിലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ അതിശക്തമായ രീതിയിൽ, അപകടമില്ലാത്ത രീതിയിൽ, പരുക്ക് ഏൽക്കാത്ത രീതിയിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പിതാവായ ദൈവം ലോകത്തോട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ കൂടെ കടന്നുപോയി കഴിയുമ്പോഴത്തേനും പിതാവായ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു നിത്യശത്രുത അവിടെയുണ്ട്. കർത്താവായ ദൈവം സർപ്പത്തോട് പറഞ്ഞു, ഇത് നീ ചെയ്തതുകൊണ്ട് നീ ഇന്നു മുതൽ ശപിക്കപ്പെട്ടതായിരിക്കും, കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ നീ ശപിക്കപ്പെട്ടതായിരിക്കും, നീ ഭൂമിയിൽ എഴിഞ്ഞു നടക്കും, നീ പൊടിയും മണ്ണ് തിന്നും, നീയും സ്ത്രീയും തമ്മിലും സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ കൂടെ പിതാവായ ദൈവം അനുവദിച്ചിരിക്കുന്ന ഏക ശത്രുത, അതായത് സ്വർഗത്തിന് അറിയാമായിരുന്നു ഈ കാലഘട്ടത്തിൽ കൂടെ പിതാവിൻ്റെ പ്രിയപുത്രൻ ഭൂമിയിൽ അവതരിക്കപ്പെടുകയും ഭൂമിയിലെ സകല പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഗാഗുൽത്തായുടെ നിറയിൽ സ്വന്തം ചോര കൊടുത്തുകൊണ്ട് മാനവരാശിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരുശിരസിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചൂടു നീണത്താൽ പടുയർത്തപ്പെടുന്ന സഭ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രതിസന്ധികളിൽ തട്ടിത്തകരുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും സഭയെ മുന്നോട്ട് നയിക്കുവാനും ശക്തമായിട്ടുള്ള ഒരു സേനാ നായികയായിട്ട്, പടത്തലവയായിട്ട് പരിശുദ്ധ അമ്മേനെ തന്നെയാണ് രക്ഷകനായ ഈശോ ഗാഗുൽത്തായുടെ കുരിശിൻ്റെ ചൂട്ടിൽ വെച്ച് ചുമതല ഏൽപ്പിക്കുന്നത്. പിതാവ് എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് രക്ഷകൻ പറയുന്ന അവസാന ശബ്ദങ്ങളുണ്ട്. കുരിശിൻ്റെ താഴെ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-26 തിരുവചനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും മറ്റുള്ളവരും നിൽക്കുമ്പോൾ 26-ലേക്ക് കടന്നു വരുമ്പോഴത്തേനും തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും കുരിശിൻ്റെ താഴെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഈശോ സ്ത്രീയെ നോക്കി പറയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട്.
ആ യോഹന്നാൻ കുഡ് ബി ഞാനോ നിങ്ങളോ ആരെങ്കിലും ആകാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള, പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമുള്ള നിങ്ങളിലുള്ള ആരെങ്കിലും ആകാം, ഞാനാകാം, ഈ ലോകത്തുള്ള ഓരോ മകനും മകളും ആകാം. അപ്പോൾ ആ മകനോടും മകളോടും പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, മോനെ ഇതാ നിൻ്റെ അമ്മ. അന്ന് തടങ്ങിയതാണ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈശോ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ പടുത്തുയർത്തുന്ന, എൻ്റെ രക്തത്തിൽ പടുത്തുയർത്തപ്പെടുന്ന സഭ മുന്നോട്ട് പോകുമ്പോൾ ഈ അമ്മയായിരിക്കും ഈ സഭാ മക്കൾക്ക് വേണ്ടി അത്താണിയായിട്ട് കൈപിടിച്ച് മുന്നോട്ട് നയിക്കാനുള്ളത് എന്ന് രക്ഷകനായ ഈശോയ്ക്ക് അറിയാമായിരുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ആമേൻ, പ്രൈസ് ലോർഡ്. സഭ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ ഒരുപാട് പാഷാണ്ഡതകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പാഷാണ്ഡത നമുക്കറിയാം, വിശ്വാസത്തിന് ചേരാത്ത ഏതെങ്കിലും ആശയങ്ങളുമായിട്ട് കടന്നു വന്നുകൊണ്ട് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക, സഭയാ മക്കളേക്ക് ഒരു സംശയത്തിൻ്റെ മേഖല സൃഷ്ടിക്കപ്പെടുന്ന ഈ മേഖല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം. പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുമ്പോഴത്തേനും പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണെന്നാണ് പിതാവായ ദൈവം പറയുന്നത്. മാലാഖമാർക്ക് മുമ്പും പരിശുദ്ധ അമ്മ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. തൻ്റെ പ്രിയപുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടി ഭൂമിയിൽ ഒരു മനുഷ്യ സ്ത്രീ, അത് പരിശുദ്ധ അമ്മയായിരുന്നു. അതായത് മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ദൈവത്തിന് വേണമെങ്കിൽ ആ പാപങ്ങൾ പല രീതിയിലും പരിഹരിക്കാമായിരുന്നു എങ്കിൽ കൂടിയും മനുഷ്യ ശരീരത്തിൽ കൂടെ ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ കൂടെ തന്നെ പരിഹാരം ചെയ്യണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് പ്രിയപുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് വേണ്ടി ആര് ഈ എൻ്റെ പുത്രന് അവനെ ഉദരത്തിൽ വഹിക്കാൻ ആർക്കായിരിക്കും സാധിക്കുന്നത്? സ്വർഗം മുൻകൂട്ടി തന്നെ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ യോവാക്യീം അന്ന നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്നു. യോവാക്യീം ഈശോ ഒരു പ്രധാന പുരോഹിതനായിരുന്നു. അന്ന വളരെ വിശുദ്ധിയായ സ്ത്രീ ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സൂചിച്ചേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ, സ്വർഗത്തിൻ്റെ അഗ്നി കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാലാഖമാരുമായിട്ട് കടന്നു വരട്ടെ. ആമേൻ, 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 ആമേൻ. അപ്പോൾ യോവാക്യീമും അന്നായും നീണ്ട 20 വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് 20 വർഷങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേക യഹൂദ പാരമ്പര്യത്തിലൊരു സ്ത്രീ പ്രസവിച്ചില്ല എങ്കിൽ അവൾക്ക് ഏതോ ശാപം പേർന്നവളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 20 വർഷം ഒരു കുഞ്ഞിക്കാലില്ലാത്ത ഒരു പ്രധാന പുരോഹിതൻ ശുശ്രൂഷ അർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ സഹപുരോഹിതന്മാർ ആ പ്രധാന പുരോഹിതനെ അവമാനിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ആര്യോ നീ ഈ പൂജ, ഈ ശുശ്രൂഷ ചെയ്യാൻ അർഹനാണോ? നീ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഒരുപാട് വിതുമ്പെന്ന ഹൃദയവുമായിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിച്ച യോവാക്കിൻ്റെ മുമ്പിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്ദേശവാഹകനായ ഗബ്രിയേലിനെ അയക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ പോകുന്നു. നീണ്ട 20 വർഷങ്ങൾ യോവാക്യീമും അന്നായും പ്രാർത്ഥിച്ചു. അവർക്ക് മേരി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടാകുന്നു. പ്രായമായി കഴിഞ്ഞാണ്. നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അന്ന് അവർ നേർന്നു 3 വയസ്സാകുമ്പോഴത്തേന് ഈ പെൺകുട്ടീനെ ഞാൻ ദേവാലയത്തിന് സമർപ്പിക്കും. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രത്യേക നേർച്ചയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ സമർപ്പിക്കുക 3 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ. അപ്പോൾ 3 വയസ്സായപ്പോൾ മേരി എന്ന് പറയുന്ന പെൺകുട്ടീനെ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർക്കുക, യോവാക്യീം അന്ന പ്രായം കഴിഞ്ഞായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു സമ്മാനമായിട്ട് അവർക്ക് കിട്ടിയതാണ് മേരി എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടീനെ 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പ്രായത്തിൻ്റെ പേരിൽ, വാർദ്ധക്യ സഹജമായ ഇതിൻ്റെ പേരിൽ യോവാക്യീം മേരിക്ക് 4 വയസ്സായപ്പോൾ മരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് മേരിക്ക് 10 വയസ്സായപ്പോൾ അന്നയും മരിച്ചു പോവുകയാണ്. അപ്പോൾ മേരിക്ക് വേറെ ഒരു ബന്ധങ്ങളും അവിടെ ഇല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ പഴയ മലയാള പാരമ്പര്യം പോലെയാണ്. ഒരു പെൺകുട്ടി സംരക്ഷിക്കപ്പെടുന്നത് എപ്പോഴും അപ്പൻ്റെ കീഴിലായിരിക്കും. വിവാഹപ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെയായിരിക്കും ആ പെൺകുട്ടി ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഭർത്താവും ഭാര്യയായിട്ട് ഒത്തിരി പ്രായവ്യത്യാസം കാണുമായിരിക്കും. അപ്പോൾ പ്രായം തികഞ്ഞ് ഭർത്താവ് അല്ലെങ്കിൽ അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി സംരക്ഷിക്കപ്പെടേണ്ടത് ആൺകുട്ടികളുടെ സംരക്ഷണത്തിലായിരിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കമോൺ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ ഭർത്താവിൻ്റെ ആൺമക്കളുടെ. അപ്പോൾ 10 വയസ്സായ മേരിയുടെ അപ്പൻ യോവാക്യീം മേരിക്ക് 4 വയസ്സായപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് മരിക്കുന്നു. മേരിക്ക് 10 വയസ്സായപ്പോൾ അമ്മ മരിക്കുന്നു. 12ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ്, അന്ന് ബർത്ത്ഡേ എന്നുള്ള കൗണ്ടിങ് അല്ല, 12ാമത്തെ വയസ്സ് കഴിഞ്ഞ് 13ാമത്തെ വയസ്സിലേക്ക് പെൺകുട്ടികൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആ സമയത്ത് പെൺകുട്ടികളെ ദേവാലയത്തിൽ സൂക്ഷിക്കാൻ പുരോഹിതന്മാർക്ക് അധികാരമില്ല. അപ്പോൾ ആ പെൺകുട്ടീനെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തമുള്ള വ്യക്തികളുടെ കൊടുത്തു വിടണം. അപ്പോൾ പ്രധാന പുരോഹിതൻ
ഈ സങ്കീർത്തന പുസ്തകം മുഴുവൻ കാണാതറിയാവുന്ന, വേദങ്ങൾ മുഴുവൻ വചനങ്ങൾ മുഴുവൻ അറിയാവുന്ന ഈ മനോഹരിയായ സുന്ദരിയായ വിശുദ്ധിയായ ഈ പെൺകുട്ടീനെ ആരുടെ കൂടെ പറഞ്ഞു വിടണം എന്ന് പ്രധാന പുരോഹിതൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാന പുരോഹിതന് ഒരു ഉത്തരം കിട്ടുകയാണ്. യഹൂദ പാരമ്പര്യത്തിൽ അവിവാഹിതരായ എല്ലാ ചെറുപ്പക്കാരെയും ഇന്ന ദിവസം ദേവാലയത്തിൽ പങ്കെടുക്കാൻ വന്നു ചേരാൻ വേണ്ടി ഒരു ആഹ്വാനം കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനം കൊടുത്ത് അപ്പം മരിച്ചുപോയി. പിന്നെ സഹോദരങ്ങൾ ആരുമില്ല, അമ്മയില്ല. അപ്പോൾ ആരുടെ കൂടെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രധാന പുരോഹിതൻ ഇങ്ങനെ ഒരു ബോധ്യം ഉള്ളിൽ കെട്ടുന്നു. പ്രധാന പുരോഹിതൻ വിളംബരം ചെയ്യുന്നു, ഇന്ന ദിവസം അവിവാഹിതരായ യൂദാ പാരമ്പര്യത്തിൽപ്പെട്ട എല്ലാവരും പള്ളിയിൽ വന്നു ചേരുക. അപ്പോൾ അങ്ങനെ വന്നു ചേരുന്ന കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആൺകുട്ടികൾ ഒരു വ്രതം എടുക്കുമായിരുന്നു. പെൺകുട്ടികളൊക്കെ നമ്മൾ സിസ്റ്റേഴ്സൊക്കെ പോകുന്ന പോലെ ആൺകുട്ടികൾ നാസിർ വ്രതം എന്ന് പറയുന്ന ഒരു വ്രതം എടുക്കും. ആ വ്രതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കുകയില്ല, കുടുംബവിവാഹം കഴിക്കുകയില്ല. അവരുടെ എന്തെങ്കിലും തൊഴിലോ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഉപജീവനം കഴിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിനു വേണ്ടി അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിക്കും. എന്നിട്ട് ബ്രഹ്മചര്യത്തിൻ്റെതായ മേഖലയിൽ എന്നാൽ ഈ തൊഴിലും ചെയ്ത് പുറത്ത് ജീവിക്കും. പുരോഹിതനല്ല, സിസ്റ്റേഴ്സ് അല്ല, നണ്ണല്ല, അല്ലാതെയുള്ള അതിനാണ് ഈ നാസിർ വ്രതക്കാർ. അതാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളിൽ ചിലരെ ഞാൻ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസിർ വ്രതക്കാരായും ഞാൻ ഉയർത്തി. ഇസ്രയേൽ ജനമേ, ഇത് വാസ്തവമല്ലേ, കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ജീവനോട് പറഞ്ഞേ, എനിക്ക് ഒരു ജീവൻ കിട്ടുന്നില്ല, അതുകൊണ്ടാ ഒന്ന് ജീവനോട് പറഞ്ഞേ. ആമേ, ആവശ്യത്തിനാകുന്നുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അവിവാഹിതനായ ജോസഫ് എല്ലാവരും നമ്മൾ ഈ തിരുകുടുംബത്തിൻ്റെ ഈ പടത്തിലൊക്കെ ഒരുപാട് പ്രായമായ ഒരു പരുവക്കേടായിട്ടുള്ള ഒരു ജോസഫും പിന്നെ ഒരു സുന്ദരിയായ മേരിയും പിന്നെ ഒരു ഉണ്ണീശോ ആയിട്ടുള്ള പടമാണ് നമ്മൾ കാണുന്നത്. അത് ഗ്രന്ഥകാരൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ മാനസിക കാഴ്ചപ്പാടനുസരിച്ച് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ട് ബ്രഹ്മചര്യത്തിൻ്റെ വ്രതത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു പുരുഷൻ ഒരു പരുവ അല്ല പ്രായമൊക്കെ കഴിഞ്ഞ വ്യക്തിയാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പം അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഫോട്ടോ കാണുമായിരിക്കും. ഞാൻ ജീവിക്കുന്നത് ന്യൂയോർക്കിൽ ഒരു 32 വർഷമായിട്ട്. അവിടെ യോങ്കേഴ്സ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, മാതാവിൻ്റെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ്. അതിൻ്റെ അകത്ത് ഒരു വലിയ പടമുണ്ട്. അതിൻ്റെ അകത്തൊരു ഈശോ നമ്മുടെ ഈശോയാ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അന്ന് അവിടുത്തെ മോൺസിഞ്ഞർ ഒരു ഞായറാഴ്ച പറഞ്ഞു, നിങ്ങൾക്കറിയാം വാട്ട് ദാറ്റ് പിക്ചർ, ആ പടം എന്നാന്ന് അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെല്ലാം നോക്കിയപ്പോൾ ഈശോ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അല്ല, ഔസേപ്പിതാവ് ഉണ്ണീശോനെ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഔസേപ്പിതാവിൻ്റെ അതേ ഛായയിലാണ് ഈശോ, അല്ലെങ്കിൽ ഈശോയുടെ അതേ ഛായയിലാണ് ഔസേപ്പിതാവ്. അപ്പോൾ ഔസേപ്പിതാവ് ജോസഫ് എന്ന് പറയുന്ന 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ, വളരെ സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു. എല്ലാവരും പറയാലേ, നമ്മൾ ഈ മലയാള സംസ്കാരത്തിൻ്റെ ഈ ചാതുർവർണ്ണത്തിൻ്റെ പേരിൽ പറയാലേ, ആ പുള്ളി ഒരു ആശാരിയായിരുന്നു എന്നൊക്കെ പറയാലേ. ഹലോ, ഒന്ന് തലേന്ന് കുലിക്കേ, ആശാരിയായിരുന്നു. പക്ഷേ ആശാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ബാർബർ ഷോപ്പിലും മരപ്പണിക്കും സിമൻറ്റ് പണിക്കും എല്ലാം അവിടുത്തെ സായിപ്പന്മാരും മതാമാരും ഒക്കെ പാടും. അപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് ഈ ചാതുർവർണ്ണ്യം. അപ്പോൾ അന്നത്തെ കാലത്ത് സ്ക്രാച്ചിൽ നിന്നും ശൂന്യതയിൽ നിന്നും ഒരു കെട്ടിടമൊക്കെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ അതേ സ്റ്റാറ്റസാണ്. ഹലോ, എനിക്ക് കാണാമല്ലോ, എനിക്ക് നിങ്ങളെ കാണാം, ഈ പ്രകാശം. അപ്പം ഈ ഔസേപ്പ് നല്ല ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ പത്രാസുള്ള സ്റ്റാറ്റസുള്ള ജോലിയിൽ സുമുഖൻ സുന്ദരൻ അദ്ദേഹവും വന്നു. അപ്പം അവിവാഹിതരായ ചെറുപ്പക്കാരെല്ലാം ഇന്ന ദിവസം ദേവാലയത്തിൽ വരണം എന്നുള്ള ആഹ്വാനത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഔസേപ്പും വന്നു. അപ്പോൾ അവരെല്ലാവരും നിരന്നു നിന്നു. അപ്പോൾ ഔസേപ്പ് നിൽക്കുന്നിടത്തോട്ട് ഒരു പ്രകാശം വരുന്നതായിട്ട് പ്രധാന പുരോഹിതൻ കാണുന്നു. ഔസേപ്പ് കൊണ്ട് വെച്ച് അവരുടെ മുളവടിക്ക് പകരമായിട്ടായിരുന്നു ഈ ഒലിവ് കമ്പുകളായിരുന്നു. ഈ മുളവടിക്ക് നമ്മൾ ഈ സ്കെയിലൊക്കെ വെക്കുന്ന പോലെ, റൂളറൊക്കെ വെക്കുന്ന പോലെ അത് പൂക്കുന്നു. അപ്പോൾ അവർ വിവാഹ ജീവിതം ആരംഭിക്കുന്നു. അതിലോട്ട് ഇനി കൂടുതൽ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകാം. അപ്പോൾ പരിശുദ്ധ അമ്മ അത് കഴിഞ്ഞ് അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. അമ്മയെപ്പറ്റി സഭ പഠിപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 1, അമ്മ അമലോൽഫയാണ്. 2, അമ്മ ദൈവമാതാവാണ്. 3, അമ്മ നിത്യകന്യകയാണ്. 4, അമ്മ സ്വർഗാരോപതിയാണ്. ഒന്ന് പറഞ്ഞേ, 1 അമ്മ അമലോൽഫയാണ്. അമലോൽഫവ, ദൈവമാതാവ്, കന്യക, നിത്യകന്യക, സ്വർഗാരൂപിത. അപ്പോൾ ഈ 4 കാറ്റഗറിയിലാണ് പരിശുദ്ധ അമ്മ ബഹുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഔസേപ്പും മാതാവും ഒരുമിച്ച് ജീവിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി അങ്ങ് സ്പീഡിൽ പോകാം.
അപ്പോൾ എന്നൊക്കെ ഭൂമിയിൽ മാനവരാശിക്ക് ആവശ്യം കണ്ടുകൊണ്ട് പരിശ്രമം പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ആദ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാന്ന്? രണ്ട് സ്ഥലത്ത് എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് ഇസ്രയേലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് റോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. AD 335 കുറവലങ്ങാട്ടാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. AD 303 ആട്ടിടയ പിള്ളേർക്ക് അല്ല പശു തീറ്റുന്ന പിള്ളേർക്ക്, ഞാൻ കൊല്ലങ്ങാടുന്ന വരുന്നത്, മാതാവ് കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഒരു പ്രായമായ സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും, പിള്ളേരെ നിങ്ങൾക്ക് തിന്നാൻ റൊട്ടി ഉണ്ടോ എന്ന് വെച്ച്, ഉണക്കറൊട്ടി ഉണ്ടായിരുന്നു, തിന്ന് അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാനുണ്ടോ? ഇല്ല. എന്നാൽ അവിടെ മാന്താൻ പറഞ്ഞു. ഈ ലൂർദിൽ ബർണാദത്തിനോട് പരിശ്രമം പറഞ്ഞതുപോലെ തന്നെ ഈ പിള്ളേർ അവിടെ മാന്തി കുറലങ്ങാട്. നിങ്ങൾ ഈ കൂത്താട്ടുകുളം മൂവാറ്റൂർ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും, കുറലങ്ങാട് ചെന്ന് കഴിയുമ്പോഴത്തേനും ബോയ്സ് ഹൈസ്കൂൾ കഴിഞ്ഞ് പോലീസ്, അപ്പോൾ ദേവമാതാ കോളേജ്, അത് കഴിഞ്ഞ് അങ്ങോട്ട് താഴോട്ട് പോയി കഴിയുമ്പോഴത്തേനും പോയി കഴിയുമ്പോഴാണ് ഇടതുവശത്ത് ഒരുപാട് നടകൾ കെട്ടി കുറവലങ്ങാട് ചെറിയ പള്ളി, അതിൻ്റെ മുകളിൽ വലിയ പള്ളി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി സ്ഥലത്ത് ഞാൻ എൻ്റെ കൊച്ചിലൊക്കെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഞാനും എൻ്റെ ചേട്ടാനിമാരും കൂടെ ഒക്കെ പോകുമ്പോഴത്തേനും ഒരു കുഴിയിൽ നിന്നായിരുന്നു ഈ വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി മാതാവ് പറഞ്ഞിട്ട് കുഴിച്ചതാണ്. അത് പിന്നെ അവരൊരു കിണറായിട്ട് കെട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവർ ലൂർദിലെ പോലെയൊക്കെ വലിയ ഈ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബോർവെല്ലിൽ കൂടിയാണ് വെള്ളം കിട്ടുന്നത്. ആ വെള്ളത്തിനും വേളാങ്കണ്ണിയിലെ വെള്ളത്തിൻ്റെയും ലൂർദിലെ വെള്ളത്തിൻ്റെ അതേ ശക്തിയുണ്ട്, നിങ്ങൾ വിശ്വാസത്തോടെ സമീപിക്കുകയാണെങ്കിൽ. ഞാനതുകൊണ്ട് അമേരിക്കയിലും കാനഡയിലും UK ഒക്കെ ഒരുപാട് പോകുമ്പം അവിടെയുള്ള ആൾക്കാർക്ക്, ഇനി നിങ്ങൾ കേരളത്തിൽ പോകുമ്പോൾ കുറലങ്ങാടൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി ആ വെള്ളം കുടിച്ച് വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകണം എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ എന്നെ കൂടി ഒന്ന് ഓർക്കണം, ഒരു നന്മ പറഞ്ഞതില്ലേ. ആമേൻ. നിങ്ങൾ ഇനി കുറലങ്ങാട് പോകുമ്പോൾ ഒന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ആദ്യം AD 335 മാതാവ് കുറവലങ്ങാട് പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ഈ മധ്യ തിരുവിതാംകൂർ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കോട്ടയായിട്ട് മാറാനുള്ള കാരണം. അതാണ്. തിരുവിതാംകൂറല്ലേ ഒരു ക്രിസ്ത്യൻ കോട്ടയല്ലേ? അങ്ങനെ നിങ്ങൾക്ക് സമ്മതിക്കാൻ എത്ര മടി, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, ഒരു ക്രിസ്ത്യൻ കോട്ടയേക്കാണ്. അപ്പം ആ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യമാണ് ആ പ്രദേശത്തിന് ആ പ്രത്യേകത കൊടുത്തത്. അത് കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെ വേളാങ്കണ്ണി, ഇന്ത്യയിലെ വേളാങ്കണ്ണി, അതായത് ചൈനയിൽ നിന്ന് പോർച്ചുഗീസ് നാവികർ മക്കാവ് അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര കടൽക്ഷോഭം ഉണ്ടാകുകയും ആ കടൽക്ഷോഭത്തിൽ അവരുടെ കപ്പൽ തകരുകയും അവരെല്ലാവരും മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും പോർച്ചുഗീസുകാരാണല്ലോ അവർ പരിശുദ്ധമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ച, അമ്മേ ഞങ്ങളുടെ ജീവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി തീരത്ത് ആ കപ്പൽ അടുക്കുകയും അവരവിടെ വരികയും അവരവിടെ മാതാവിന് വേണ്ടി ഒരു പള്ളി പണിയുകയും ചെയ്ത്. ദക്ഷിണ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൂർദാണ് വേളാങ്കണ്ണി. ആമേൻ, പ്രൈസ് ലോർഡ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോകാം കേട്ടോ, 1531 അമേരിക്കയുടെ തെക്കുള്ള മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അന്ന് ആ മെക്സിക്കോ എന്നുള്ള പേര് കിട്ടിയിട്ടില്ല, വാൻഡിയാഗോ ആ കാലഘട്ടത്തിൽ അവിടെ ഒരു വലിയ നരബലി നടക്കുന്നുണ്ടായിരുന്നു. ആ നരബലിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ ആദിവാസികൾ, ആസ്റ്റക് ആദിവാസികൾ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഈ രണ്ട് കൈയും ഇങ്ങനെ വിരിച്ച് പിടിച്ചു കഴിഞ്ഞ് അവരുടെ പ്രധാന പുരോഹിതന് ഒരു മഴുകൊണ്ട് ഒരു സാധനം കൊണ്ട് സ്റ്റേണം ഈ ചങ്ക് കൂട് എന്ന് പറഞ്ഞ ഒരൊറ്റ വെട്ടിക്കഴിയുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടുപേരിങ്ങനെ പിടിച്ച് കെട്ടിയേക്കുമല്ലേ, ഈ ഹൃദയം, ജീവനോടുള്ള മനുഷ്യൻ്റെ ഹൃദയം കൈകൊണ്ട് വലിച്ചു പറിച്ചിട്ട് ആ ഹൃദയം ഇങ്ങനെ അവിടെ ദേവതയ്ക്ക് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് 10,000 നരബലിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 1531 വാൻഡിയാഗോ എന്ന് പറയുന്ന ഒരു മാതാവ് പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ മാതാവ് ആദിവാസിയോട് പല കാര്യങ്ങളും ചോദിക്കുന്നു. നീ അവിടെ പോയി ബിഷപ്പിനോട് പോയി എനിക്ക് ഇവിടെ ഒരു ദേവാലയം വേണമെന്നൊക്കെ പറയുന്നു. അവൻ ചെന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് കേൾക്കുന്നില്ല, എടാ ഞാൻ ഒരു ബിഷപ്പായ എൻ്റെ അടുത്താണോടാ അല്ലെങ്കിൽ അതേപോലെ നിന്നെപ്പോലെ ഒരു ആദിവാസിയുടെ അടുത്താണോടാ ഈ ഇങ്ങനെ പറയുന്ന മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, ഓടാന്നൊക്കെ പറഞ്ഞ് അവനോട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ്റെ അങ്കിളിന് എന്തോ അസുഖമായിട്ട് അങ്ങാടിയിലേക്ക് പോകുമ്പോഴത്തേനും അവൻ ഓടിപ്പോയപ്പോഴത്തേനും ആ മലയുടെ താഴെ കൂടെ പോകുന്നതിന് പോലെ അവൻ സൈഡ് മാറിപ്പോയി. ആ സ്ത്രീ വീണ്ടും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ എന്നോർത്ത്. പക്ഷേ അവൻ ഓടിപ്പോയെടുത്ത് തന്നെ മാതാവ് വന്ന്, ഡിയാഗോ നീ എവിടെ പോകാടാന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അങ്കിളിൻ്റെ പനി കൂടിയിട്ട് മരുന്ന് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. നീ പോയി ബിഷപ്പിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം നിൻ്റെ അങ്കിൾ മരിക്കുമൊന്നുമില്ല, നീ ബിഷപ്പ്, ഞാൻ അപ്പം തെളിവ് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെയാണ് നീ മലയുടെ മുകളിൽ പോയി അവിടെ കാണുന്ന പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് ബിഷപ്പിന് കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ഈ ഡിയാഗോയ്ക്ക് തോന്നി, ഡിയാഗോ അവിടുത്തെ ആദിവാസിയാണ്, ആ മലയിൽ കൂടെ എപ്പോഴും കയറി ഇറങ്ങി ഓടി നടക്കുന്നവനല്ലേ. അപ്പം ഡിയാഗോ ഓർത്ത്, ഈ പൂ പോയിട്ടൊരു പുല്ല് പോലും കിളിക്കാത്ത ഈ പാറയുടെ പുറത്ത് പോയി ഞാൻ എന്നാ പൂ പറിക്കാനാ, ഈ സ്ത്രീക്ക് വല്ല പ്രശ്നമുണ്ടെന്നൊക്കെ ഓർത്ത്. എന്നാലും ഒന്ന് രക്ഷപ്പെട്ടേക്കാന്ന് ഓർത്ത് പുള്ളി പോകുമ്പോഴാണ് അവിടെ പുള്ളി ചെല്ലുമ്പം 100 കണക്കിന് റോസാപ്പൂക്കൾ വിവിധ വർണ്ണങ്ങളിൽ ആ പാറപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ടിൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ, നിങ്ങൾ എൻ്റെ കോട്ടയം ഭാഷ നിങ്ങൾക്ക് ചിലവാകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കാനഡയിലൊക്കെ ഈ തൃശ്ശൂർക്കാർ നിങ്ങളുടെ ഒത്തിരി ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചില വാക്കൊക്കെ പറയുമ്പോൾ ഈ സഹോദരിമാർ ചിരിക്കും. ഇവർക്ക് ഇവർക്ക് എൻ്റെ അത്രയും ചിരിക്കട്ടെ, ഞാൻ തമാശല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് ഒരാൾ പറഞ്ഞു, ബ്രദറെ
ബ്രദറിൻ്റെ ചില വാക്കുകളൊന്നും ഞങ്ങൾക്ക് ക്ലിക്കായില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച വർത്താനം പറയണം. എന്തായാലും അപ്പം എന്തായാലും ഈ പൂക്കളെല്ലാം കൂടെ പറിച്ചുകൊണ്ട് പോയി ഈ ടിൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള പറിക്കുന്ന ഈ പഴയ കാലത്തെ ഹരിജന ശ്രീ അവർ അങ്ങനെ ഒരു പാവാട പോലെയുള്ളൊരു ഇതായിരുന്നു. അതിങ്ങനെ മടക്കി വെച്ചേച്ച് ഈ ഓണത്തിന് പൂക്കളൊക്കെ പറിക്കുന്ന പോലെ ഈ പൂക്കളൊക്കെ പറിച്ചേച്ച് അവിടെ പോയി മണിയടിച്ചു. ഈ പൂക്കളെല്ലാം കൂടെ കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു ഇമേജിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഇത്ര കൂടുതൽ പറയുന്നത്. അപ്പോൾ ബിഷപ്പ് നോക്കുന്നത് പൂക്കൾ കെട്ടൊന്നുമല്ല, ആ പൂക്കൾ കൊണ്ടുവന്ന ആ ടിൽമയിൽ പരിശുദ്ധ അമ്മയുടെ ഗാഡലിപ്പ് മാതാവിൻ്റെ ഒരു ഇംപ്രിന്റ്. ആമേൻ പ്രൈസ് ലോർഡ്. അത് ഒരു ചാക്കാണേ, ഒരു പഴയ ചാക്ക് പോലെയുള്ളതാണ്, 10 വർഷത്തിൽ കൂടുതൽ പോയി ഇല്ലാത്ത. പക്ഷെ ആ ടിൽമ ഇന്നും മെക്സിക്കോയിലെ ഗാഡലിപ്പ് മാതാവിൻ്റെ പള്ളിയിൽ ചെല്ലുമ്പം അവിടെ ഇങ്ങനെ മുകളിലുണ്ട് ഇന്ന് വരെ. ആ പടം ലോകത്തിലെ വിശ്വോത്തരമായ ലോക കെമിസ്ട്രികൾ പരിശോധിച്ച് ഇതിൻ്റെ അകത്ത് പെയിന്റ് എന്നാണെന്നറിയാൻ വേണ്ടി മനുഷ്യകരങ്ങൾക്കോ മനുഷ്യനിർമ്മിത പെയിന്റുകളോ കൊണ്ടോ നിർമ്മിക്കപ്പെട്ടതല്ല ഈ ചിത്രം. അത് വളരെ അത്ഭുതമായിട്ട് മാറുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം മൈക്രോസ്കോപ്പിൽ കൂടെയൊക്കെ നോക്കിയപ്പോഴത്തേനും മാതാവിൻ്റെ കണ്ണിൽ അന്നത്തെ ബിഷപ്പ് ഉൾപ്പെടെ 6 പേരുടെ ഇമേജും കാണുന്നുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് ഈ നരബലി അതോടെ നിർത്തി എന്ന് തന്നെയല്ല, 9 മില്യൺ മീൻസ് 9 × 10 90 ഓൾമോസ്റ്റ് ഇത്ര ആൾക്കാർ ദക്ഷിണ അമേരിക്കൻ പ്രവിശ്യയിൽ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായത് പരിശുദ്ധ അമ്മ ആദിവാസിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ആമേൻ പ്രൈസ് ലോർഡ്. ഒന്ന് വലതുകറി ഉയർത്തി എന്ന് പറഞ്ഞ് ആമേൻ പ്രൈസ് ലോർഡ്, ആമേൻ പ്രൈസ് ലോർഡ്. നിങ്ങളിൽ പലർക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കിട്ടും, പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം പരിശുദ്ധ അമ്മ തരും. ഞാൻ എവിടെയൊക്കെ മാതാവിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു സ്നേഹത്തോടെ ബഹുമാനത്തോടെ മാതാവിൻ്റെ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞുള്ള ഒരു പ്രശ്നമായിരുന്നു 1571 ലെപ്പൻഡോ കടലിടുക്കിലെ ഒരു യുദ്ധം. ആ യുദ്ധം ഇവിടുന്ന് മാറില്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ആ യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെ സലീം അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം പടത്തലവൻ കിഴക്കൻ യൂറോപ്പും തച്ച് തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ടിപ്പു മലബാറൊക്കെ തകർത്ത് തരിപ്പണമാക്കി ദക്ഷിണ തിരുവിതാംകൂറിലേക്ക് മാർച്ച് ചെയ്തതുപോലെ. ഒറ്റ ചോദ്യമുള്ളൂ, ഈതർ യു ബിക്കം, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആകുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞാൻ കണ്ടിച്ചു കളയാൻ പോവുകയാണ്. കിഴക്കൻ യൂറോപ്പിലെ സകല രാജ്യങ്ങളും സലീം അലി എന്ന് പറയുന്ന ആർക്കും കീഴടക്കാൻ പറ്റാത്ത നാവികസേനയുടെ ഉടമസ്ഥതയിലുള്ള ആ സലീം അലിയുടെ നാവിക വ്യൂഹത്തിന് മുമ്പിൽ ശിരസ് നിർമ്മിച്ചു. രാജ്യങ്ങളെല്ലാം ചവിട്ടി മെതിക്കപ്പെട്ടു, അവർ ഓടി. പക്ഷെ അവസാനം ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം, അവിടുത്തെ രാജാവിൻ്റെ പേര് യുവാൻ രാജാവ് പറഞ്ഞു, ഏതായാലും ഞാൻ ഇവൻ്റെ മുമ്പിൽ കീഴടങ്ങിയില്ല, ഞാൻ ഏറ്റുമുട്ടിയിട്ടേ ഉള്ളൂ. അതിശക്തരായ സമ്പന്നരായ യൂറോപ്പിൻ്റെ ഓരോ രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായ നിമിഷങ്ങളിൽ പരിസ്ഥിതി അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് യുവാൻ എന്ന് പറയുന്ന ഓസ്ട്രിയ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൻ്റെ രാജാവ് പറയുകയാണ്, ഞാനിവൻ്റെ മുമ്പിൽ കീഴടങ്ങിയില്ല. അദ്ദേഹം ആദ്യം ചെയ്തത് നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. പയസ് 5-ാം മാർപ്പാപ്പയെ വിളിച്ച്, പിതാവേ, ഇവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും എൻ്റെ രാജ്യവും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഇവനുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുകയാണ്. പിതാവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് മാർപ്പാപ്പ പറഞ്ഞു, യുവാൻ ആയിക്കോട്ടെ, ലോകം മുഴുവൻ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ സഹോദരിമാരും വീട്ടിലിരുന്ന് അഖണ്ഡ ജപമാല ചെല്ലണം. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അഖണ്ഡ ജപമാല അല്ലേ? രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 വരെ തല കൊൽക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അപ്പോൾ അഖണ്ഡ ജപമാല ചെല്ലുക. പടയാളികളുടെ ഇടത്ത് കൈയിൽ ജപമാലയും വലത് കൈയിൽ വാളുമായിട്ട് ഏറ്റുമുട്ടിക്കൊള്ളാൻ പറഞ്ഞു. ലെപ്പൻഡോ കടലിടുക്കിൽ ചരിത്രപ്രസിദ്ധമായ ഒരു യുദ്ധത്തിൻ്റെ കാഹളത്തൊരി മുഴങ്ങുകയാണ്. മുഖത്തോട് മുഖം ഇന്ന് വരെ പരാജയമറിയാത്ത സലീം അലിയുടെ അതിശക്തമായ നാവികവ്യൂഹം ആ കടൽ മുഴുവൻ കീഴടക്കിയിരിക്കുകയാണ്. ഒരു കൊച്ചു നാവികവ്യൂഹം, യുണൈറ്റഡ് ഫോഴ്സിൻ്റെ ഒരു ചെറിയ നാവികവ്യൂഹം ഏറ്റുമുട്ടാൻ നിൽക്കുന്നു. ജപമാലകൾ അതരങ്ങളിൽ നിന്നും ഉയരുന്ന നിമിഷങ്ങളിൽ ലെപ്പൻഡോ കടലിടുക്കിൽ ഇതാ ഒരു അത്ഭുതം നടക്കുന്നു. കടലിൽ വലിയൊരു ചുഴലക്കാറ്റ് രൂപം കൊള്ളുന്നു. ഒന്നൊഴിയാതെ സലീം അലിയുടെ എല്ലാ പടക്കപ്പലുകളും ലെപ്പൻഡോ കടലിൻ്റെ മടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആമേൻ പ്രൈസ് ലോർഡ്, ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ പ്രൈസ് ലോർഡ്. അവിടെ ഓസ്ട്രിയ അവശേഷിക്കുന്നു. അവിടുന്ന് വീണ്ടും മിഷനുമാർ യൂറോപ്പിലേക്ക് സഞ്ചരിക്കുന്നു. പിന്നീട് യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അഖണ്ഡ ജപമാല, അതിശക്തമായ ജപമാല, ഈ ജപമാലയുടെ ശക്തി ഇന്ന് പരിശ്രമ ലോകത്തോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ ലോകത്തിൻ്റെ ജീർണതയിൽ നിന്നും, ഈ ലോകത്തിൻ്റെ പാഷാണ്ഡതയിൽ നിന്നും, വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നും മക്കളെ വഴിമാറ്റിവിടുന്ന പൈശാചികതയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടുവെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ ജപമാല ഏതു നേരവും
കയ്യിലെടുക്കുക, ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ആമേൻ, പ്രൈസ് ലോർഡ്. വലത് കൈ ഉയർത്തി എന്ന് പറഞ്ഞ് പ്രൈസ് ലോർഡ്, ഇടത് കൈ ഉയർത്തി എന്ന് പറഞ്ഞ് പ്രൈസ് ലോർഡ്, രണ്ട് കൈ ഉയർത്തി എന്ന് പറഞ്ഞ് ആമേൻ, പ്രൈസ് ലോർഡ്. ജീവനോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ പരിശുദ്ധമ്മേനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ് ആമേൻ, പ്രൈസ് ലോർഡ്. അത് കഴിഞ്ഞ് ലാസലറ്റിൽ 11-14 വയസ്സുള്ള 2 പിള്ളേർക്ക് AD 1846 സെപ്റ്റംബർ മാസം 19 പരിസമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് മാതാവ് പറഞ്ഞത്. മാതാവ് ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു മേഖലയുണ്ട്, പൗരോഹിത്യത്തിൻ്റെ മേഖലയിലുള്ള ജീർണത. മാതാവ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, പുരോഹിതരിലെ ജീർണത. ദേവാലയ ശുശ്രൂഷയിൽ വിശുദ്ധ ബലി അവഹേളിക്കപ്പെടുന്നു. സ്വർഗം മുഴുവൻ സന്നിധിയായിരിക്കുന്ന അൾത്താരിയിൽ വിശുദ്ധ ബലിയുടെ ഓരോ നിമിഷങ്ങളിലും മുട്ടുകുത്തി തല കുമ്പിട്ട് കിടന്ന് ഹല്ലേലൂയ സ്തോത്രം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖ വൃന്ദങ്ങൾ ഭയഭക്തിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ബലി ഇന്ന് ഒരുപാട് അവഹേളിക്കപ്പെടുന്നുണ്ട്. എക്സാക്ട്ലി ഈ വിശുദ്ധ ബലി എന്താണെന്ന് പോലും അറിയാൻ മേലാതെ വിശുദ്ധ ബലി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഇതൊന്നും അല്ല ഇവിടെ പ്രസക്തി. ഈശോയുടെ ഗാഗുൽത്തായിലെ ബലിയുടെ തനി ആവർത്തനത്തിൻ്റെക്ക് ഒരു ഭാഷാടതയും കടന്നു വരാൻ അനുവദിക്കരുത്. വളരെ വിശുദ്ധിയോടെ, വളരെ 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 വിശുദ്ധിയോടെ നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശുദ്ധിയെ മറികടക്കത്തക്ക വിശുദ്ധിയിലേക്ക് പുരോഹിതരും വിശുദ്ധ ബലി അർപ്പിക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, നമ്മൾ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ജോർജ്, എന്നെ ഒരു പിശാച് പിടിച്ച എൻ്റെ ഒരു ലിസീനെ 3 പിള്ളേരെയും കിട്ടും. പക്ഷെ ഒരു പുരോഹിതനെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു പുരോഹിതനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഇടവകേനെ മുഴുവൻ പിശാചിന് കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ ചങ്കിൽ ചേർത്ത് വെച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന ഓരോ വൈദികരെയും നമ്മുടെ ചങ്കിൽ ചേർത്ത് വെച്ചുകൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊക്കെ കടന്നു പോകുന്നിടത്ത് എന്തേരെ പ്രലോഭനങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന പുരോഹിതന്മാരെ രാജാൻ വേണ്ടി പൈശാചിക ശക്തികൾ കഴുകന്മാരെ പോലെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പുരോഹിതരെ കുറ്റം പറയാൻ ഏത് പിശാചിനെ കൊണ്ടും പറ്റും. പക്ഷേ ക്ഷമിച്ച് ചേർത്ത് പിടിച്ച് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു തെറ്റുകുറ്റങ്ങൾ വന്നുകൊണ്ടുവെങ്കിൽ, എൻ്റെ ഒരു മകനാണ് ഈ പുരോഹിതൻ കണ്ടുകൊണ്ട്, എൻ്റെ ഒരു ആങ്ങളെയാണ് ഈ പുരോഹിതൻ കണ്ടുകൊണ്ട് ആ പുരോഹിതന്മാരെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ സന്തോഷിക്കും. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ പറഞ്ഞു, സാത്താൻ ശക്തി പ്രാപിക്കുന്നു പിശാചിനുള്ള ആരാധനകൾ. നിങ്ങൾക്കറിയാമോ, പണ്ട് കാലിഫോർണിയയിൽ മാത്രമേ ഉള്ളൂ ഒരു ബ്ലാക്ക് മാസിന് വേണ്ടി ഒരു ദേവാലയം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലോകം മുഴുവനുണ്ട്. ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് ഞങ്ങൾക്കറിയാം ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ സാത്താൻ സേവ നടക്കുന്നുണ്ടെന്നുള്ളത്. എത്ര സ്ഥലങ്ങളുണ്ടെന്നറിയാം, കൂടെ ഞാൻ പറയുന്നില്ല. അതുപോലെ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും. അമ്മ പറഞ്ഞാലേ ശരിയാണ്. 1854 ഇതൊക്കെ ആയപ്പോഴത്തേനും ഈ മാതാവിനെ, അപ്പം എന്ന് സഭ രൂപം കൊണ്ടോ അന്ന് ഈ ഫ്രീമേസൺസ് ഈ സഭേനെ തകർക്കാൻ വേണ്ടിയുള്ള ആ ഗ്രൂപ്പും ഉണ്ടായി, ഒറിജിനേറ്റഡ് ദ സെയിം ടൈം. അപ്പോൾ അവരുടെ ഏക ലക്ഷ്യം അവരുടെ കാലത്തല്ല, അവരുടെ മക്കളുടെ കാലത്തല്ല, എന്നെങ്കിലും സഭയെ തീർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി അന്ന് അവരുണ്ടാക്കിയിരിക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് ഫ്രീമേസൺസ് അന്ന് തൊട്ട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പല രീതിയിലും പുരോഹിതന്മാരെ പിടിച്ചു നോക്കി, സഭയെ പിടിച്ച് കുലുക്കാൻ നോക്കി, മാർപ്പാപ്പമാരെ പിടിച്ച് കുലുക്കാൻ നോക്കിയിട്ടൊന്നും സഭയ്ക്ക് പറയത്തക്ക പോറലൊന്നും കേൾക്കാത്തപ്പോൾ ഇവർക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മ, അതായത് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ത്രീ അല്ലേ? നമുക്കറിയാം, പിതാവായ ദൈവം ഉൽപ്പത്തി 3:14-15 പറയുന്ന നിത്യശത്രുതയ്ക്ക് കാരണക്കാരിയായിരിക്കുന്ന ഈ സ്ത്രീ, ആ യുവതി, വെളിപാടിൻ്റെ പുസ്തകം 12:2 പറയുന്ന പോലെ സൂര്യനെ ഉടയാടയാക്കി, ചന്ദ്രനെ പാദപീഠമാക്കി, 12 നക്ഷത്രങ്ങൾ കിരീടത്തിലണിഞ്ഞ ആ സ്ത്രീ, ഈ സ്ത്രീ ഉള്ളിടത്തോളം കാലം സഭയെ തകർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭാവിരോധികൾ പരിശുദ്ധമ്മയെ കയറി വെട്ടാൻ തുടങ്ങി. അമ്മ, പരിശുദ്ധമ്മ എന്താണ്? പരിശുദ്ധമ്മയ്ക്ക് ഇവിടെ എന്നാ പ്രസക്തി ഉള്ളത്? പരിശുദ്ധമ്മ ഒത്തിരി പേര് പ്രസവിക്കാൻ വേണ്ടി ഈ ദൈവം തിരഞ്ഞെടുത്ത് പിന്നെ പ്രസവിച്ചു. അതുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് പ്രസക്തിയൊന്നുമില്ല, ഡോണ്ട് റെസ്പെക്ട്, പരിശുദ്ധമ്മയ്ക്ക് ഒരു ബഹുമാനം കൊടുക്കരുത് എന്നും പറഞ്ഞ് ഒരു കളി ഇറങ്ങിയപ്പോഴത്തേനും ആ കളിയിൽ പലരും വിഷമിക്കാൻ തുടങ്ങി. അതിനവർ ബൈബിളിൽ തന്നെ ഒരുപാട് കൊട്ടേഷനൊക്കെ പറയാൻ തുടങ്ങി. ആ ബൈബിളിലെ കൊട്ടേഷനൊക്കെ ശരിയാ കേട്ടോ, നോക്കി. മർക്കോസ് 6:3 പറയുന്നുണ്ട്. അപ്പം 1854 പിയൂസ് പാപ്പ പറഞ്ഞു, ഇവള് ഇമ്മാക്കുലേറ്റ് ആണ്, അതായത് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യക. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 1858 ഫെബ്രുവരി മാസം 11 ഫ്രാൻസിലെ ലൂർദിൽ ബർണാദത്ത് പറയുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആമേൻ, പ്രൈസ് ലോർഡ്. എനിക്ക് സ്പീഡ് കൂടുതലല്ലോ അല്ലേ, കിട്ടുന്നുണ്ടല്ലോ എന്നെ അല്ലേ? യു ആർ വിത്ത് മീ? അപ്പം ഈ ബർണാദത്തിൽ കൂടെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ യൂറോപ്പ്
ജീർണതയിലൂടെ പൊക്കോണ്ടിരുന്ന യൂറോപ്പിൽ ഭരണാധിപത്യത്തിൽ കൂടെ മാതാവ് യൂറോപ്പിനെ തിരിച്ചു പിടിക്കുകയും യൂറോപ്പ് പിന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ മാനസാന്തരത്തിൻ്റെ ഒരു മേഖലയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഈ മാതാവിനെ തട്ടിയാക്കാൻ മാതാവിനോടുള്ള ബഹുമാനം കളഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാവോ, ഞാനിപ്പം എനിക്കറിയാം, അമേരിക്കയിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ പോകാറുണ്ട്, യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. പക്ഷേ എൻ്റെ വീക്കെൻഡ് എന്നു വെച്ചാൽ മാതാവ് എന്നെ എങ്ങനെ കൊണ്ടു നടക്കണേ. അപ്പം നമ്മുടെ മലയാളി ഒരു വൈദ്യനില്ലാത്ത ഒരു രൂപത പോലും യൂറോപ്പിലോ അമേരിക്കയിലോ കാനഡയിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതവരെ. എന്തുകൊണ്ട്? ഗൂഗിൾ മാപ്പിൽ കൂടെ നോക്കിയാൽ മുട്സോയിക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ലാത്ത കേരളം എന്ന് പറഞ്ഞ ഒരു കൊച്ചു സംസ്ഥാനത്തു നിന്നാണ് ഈ വൈദികരെല്ലാം കൂടെ വന്നിരിക്കുന്നത്. ലോകം മുഴുവൻ അതിശയിക്കുകയാണ്, പാശ്ചാത്യ ലോകം അതിശയിക്കുകയാണ്. ഹൗക്കം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് പണ്ട് യൂറോപ്പിൽ നിന്നൊക്കെ അല്ലേ അച്ഛന്മാർ വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്രയും വൈദികരുണ്ടാകാനുള്ള കാരണം എന്താണ്? അപ്പോൾ അവരിൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതുകൊണ്ട് വലിയ ബഹുമാനമായിരുന്നു ഒരിടയ്ക്ക്. അങ്ങനെയാണ് ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് വൈദികരുണ്ടാകുന്നത്. അങ്ങനെ ഈ വൈദ്യരുണ്ടാകുന്നതാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാന്നൊക്കെ പറഞ്ഞ് വഴക്കോട്ടാക്കി അങ്ങനെ ആകെപ്പാടെ കൊളാക്കിക്കളി. അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞതാ. അപ്പോൾ പരിസമ്മയോട് ചേർന്ന് നിന്നോട് ജവമാല പിടിച്ച് ചെല്ലിക്കഴിയുമ്പോഴത്തേനും പരിസമ്മയുടെ ഏറ്റവും വലിയ ഒരു കൃപയാണ് ഈ നമ്മുടെ ഈ അഭിഷേക ഈ വൈദികർ ഇത്ര ഉണ്ടാകുന്നത്. അത് കൈ ഉയർത്തി പറഞ്ഞ പ്രൈസ് ലോർഡ്. അപ്പം അന്നേരം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഇവൻ മറിയത്തിന്റെ മകന് യാക്കോബ്, യാസ, യൂദാ, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ. ബൈബിളിൽ ഇങ്ങനെ പല സ്ഥലത്തും കൊട്ടേഷനുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പെന്തക്കോസ്തുകാർ വരുന്നുണ്ട്. എന്നു വെച്ചാൽ പെന്തക്കോസ്തുകാരുടെ ഏക ഉദ്ദേശം കത്തോലിക്ക സഭയിൽ നിന്ന് ആളെ പിടിക്കാന്നുള്ളതാണ്. കൂടുതലൊന്നും ഞാൻ വിമർശനത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും പസിൽഡാകുകയാണ്. ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പിശാച് വളരെ വിരുദ്ധനാണ്. നേരാണല്ലോ ഈ പറയുന്നവരെല്ലാം സഹോദരൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സഹോദരൻ എന്ന് പറയുന്നത് ഈ യഹൂദരുടെ ഈ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വെച്ച് കഴിഞ്ഞാൽ മലയാള ഭാഷ കസിൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടോ? ആലോചിക്കൊന്നും വേണ്ടിയില്ല. ദാറ്റ് ഈസ് എ വേർഡ് അഡോപ്റ്റഡ് ഫ്രം ദ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് എടുത്തൊരു വാക്കാണ് ഈ കസിൻ എന്ന് പറയുന്നത്. ഈ പണ്ട് മലയാള ഭാഷയിൽ ചേട്ടാനിയന്മാരുടെ മക്കളെ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ? അവിടെ ആലോചിക്കുന്നത് സഹോദരൻ എന്നാണ് പറയണേ. അതായത് എൻ്റെ അച്ഛൻ, ഞങ്ങൾ മാഞ്ഞൂരായിപ്പോൾ ജീവിക്കണേ, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അപ്പുറത്താണ് താമസിക്കണേ. അപ്പുറത്തെ വീട്ടിലെ വെല്ലിച്ചായൻ്റെ ഇളയ മോളുടെ പേര് ആലീസ് എന്നാണ്. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളുടെ അമ്മയോട് പറയും. അവളുടെ അമ്മ പറയും എനിക്ക് എന്നോട് പറഞ്ഞാൽ, അവളുടെ അമ്മ പറയും നീ കിഴക്കേപ്പട്ടേരി ചെന്ന്, ഞങ്ങൾ ഒത്തിരി പട്ടേരിയുണ്ട്, കിഴക്കേപ്പട്ടേരി ചെന്ന് ആങ്ങളമാരോട് പൊക്കോളം പറയും. അവൾ കയറി വരുമ്പോഴത്തേനും അവൾ അടുക്കളകൾ കയറി വരുമ്പോൾ അമ്മ പറയും ആണ്ട്രാ നിങ്ങളുടെ പെങ്ങൾ വന്നേക്കെന്ന് പറയും. ഞങ്ങളുടെ പെങ്ങൾ ആരാ? ഈ മലയാള ഭാഷയിൽ പണ്ട് സ്വന്തം ചേട്ടാനിയന്മാരുടെ മക്കളെ സഹോദരങ്ങളെന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആങ്ങള പെങ്ങളെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ആർക്കും മനസ്സിലാകുന്നില്ലെന്ന്. അതുപോലെ തന്നെയാണ് യഹൂദ പാരമ്പര്യത്തിലും സഹോദരങ്ങളുടെ മക്കളെ പറയുന്നത് അമ്മ, പെങ്ങള്, സഹോദരൻ എന്നാണ് പറയുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ ഒരു പ്രത്യേകതയോടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുകയോ സംരക്ഷിക്കപ്പെടുകയെന്ന അപ്പൻ്റെ കീഴിൽ, അത് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ, അത് കഴിഞ്ഞാൽ ആമ്മക്കയുടെ കൂടെ. ആ കാലഘട്ടത്തിൽ ഒരുവിധം നോബിളായിട്ടുള്ള പെൺകുട്ടികൾ ആരും ഒറ്റയ്ക്ക് നടക്കാറില്ല. അപ്പോൾ പരിസമ്മയ്ക്ക് പ്രിയപുത്രനെ കാണേണ്ട സമയത്ത് എപ്പോഴെങ്കിലും പോകേണ്ടി വരുവാണെങ്കിൽ ഔസേപ്പിതാവിൻ്റെ അനിയൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഔസേപ്പിതാവിൻ്റെ അനിയൻ്റെ മക്കള് ഈശോയ്ക്ക് ആരാ? ആ നാട്ടിലെ ഭാഷാപരമായിട്ട് സഹോദരൻ കേട്ടോ. ഒന്ന് തലകുലിക്കുകയെ സഹോദരൻ. അങ്ങനെയാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും. അന്ന പിന്നെ പ്രസവിച്ചായിരുന്നോ? ഇല്ല. യോവാക്യമും അന്നായും 20 വർഷം കാത്തു നിന്നപ്പോഴാണ് മേരീനെ പ്രസവിച്ചത്. അത് കഴിഞ്ഞ് പറയുകയാണ് അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും. ആ ഭാഷയുടെ ഒരു പ്രത്യേകതയായിരുന്നു ചേട്ടാനിയന്മാരുടെ ഭാര്യമാരെ പറയുന്നത് എന്തായിരുന്നു? തമ്മി ഹലോ സഹോദരി. മനസ്സിലാവുന്നുണ്ടോ? എവിടെ? അപ്പം സഹോദരി. അപ്പോൾ ഈ സ്വന്തം, അതായത് സഹോദരങ്ങളുടെ മക്കള് സഹോദരനാണ്. പരിസമ്മയ്ക്ക് എവിടെയെങ്കിലും കൂട്ടുപോകുന്നുണ്ടെങ്കിൽ ഔസേപ്പിതാവിൻ്റെ അനിയൻ്റെ മക്കളുമായിട്ട് ശമയോനുണ്ട്, യാക്കോബുണ്ട്, പിന്നെ 7 പിള്ളേരെ ഉണ്ടായിരുന്നു, 3 പെൺപിള്ളേരും 4 ആൺപിള്ളേർ, പിന്നെ യൂദാ തദേവൂസ് അല്ലേ, ഈശോയെപ്പോലെ തന്നെയല്ലേ ഇരുന്നേ? എങ്ങനെയായിരുന്നെന്ന് അറിയത്തില്ലല്ലേ. അപ്പം എങ്ങനെയാണ്?
അപ്പം കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ബൈബിളിൽ തന്നെ പല കാര്യങ്ങളും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വേണ്ടി പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഈശോ അങ്ങ് ഉയർത്തു പോയി കഴിഞ്ഞ് ശിഷ്യന്മാർ കയറി നോക്കിയപ്പോഴത്തേന് ഈശോയെ പൊതിയുന്ന കച്ച ചുരുട്ടി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ സമയമില്ലാത്ത സമയത്ത് ഈശോ ഇത്ര അടിയൊക്കെ കൊണ്ട് മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴത്തേനും പുതപ്പ് ചുരുട്ടിക്കൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അറിയോ ഗെറ്റിംഗ് മീ? എന്നെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? അതായത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആ കാലഘട്ടത്തിൽ യഹൂദ പ്രമാണിമാർ അവർ രാവിലെ ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് അവരുടെ വയലിലേക്ക് കാപ്പി കുടിക്കുക വയലൊക്കെ നോക്കിയിട്ട് കയറി വരുമ്പോഴത്തേനും പരിചാരകൻ കിണ്ടി പോലെ ഒരു സാരത്തിൽ വെള്ളം എടുത്ത് കാലൊക്കെ കഴുകിക്കഴിഞ്ഞ് ഭക്ഷണമേശയിലേക്ക് ഈ മുതലാളിനെ കൊണ്ടിരുത്തും. മുതലാളി ഇങ്ങനെ നാപ്കിനൊക്കെ ഇട്ടേച്ച് ഈ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മളെപ്പോലെ ഈ ബ്രേക്കിന് അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ടുവന്ന് അവരിരുന്ന് അങ്ങ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കൊന്നും വാഷ്റൂമിൽ പോയി ഒന്ന് മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ പുള്ളി ആ മടിയിലിട്ടിരിക്കുന്ന തുണി മടക്കി മേശപ്പുറത്ത് വെക്കും. മേശപ്പുറത്ത് വെക്കുന്നത് ഒരു അടയാളമാണ്. മൂലയ്ക്ക് മാറിയിരിക്കുന്ന പരിചാരകർ, എടാ ഞാൻ തീർന്നില്ല, നീ പാത്രം ഒന്നും എടുക്കണം, മേശ ക്ലീൻ ആക്കണ്ടെന്നുള്ളൂ. പുള്ളി കഴിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ തുണി ചുരുട്ടിക്കൂട്ടി ഉറക്കം പോയല്ലോ അല്ലേ, ഈ തുണി ചുരുട്ടിക്കൂട്ടി ആ ചെറുക്കൻ ഇരുന്നിടത്ത് എറിഞ്ഞു കൊടുക്കും. ദാറ്റ് ഇസ് എ സിഗ്നൽ. അതൊരു അടയാളമാണ്, നീ മേശ ക്ലീനപ്പ് ചെയ്തോളാൻ പറഞ്ഞ്. അതാണ് കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും അങ്ങനെയാണ്. ഞാൻ വേറെ കാര്യം ചോദിക്കാം. 12-ാം വയസ്സ് ആദ്യം നമ്മൾ പറഞ്ഞ് ഈ കാലഘട്ടത്തിലെ പോലെ ബേബി സിറ്റേഴ്സ് ഒന്നും ആ കാലഘട്ടത്തിലായിരുന്നു. എന്നുവെച്ചാൽ ഒരു കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മ തന്നെയാണ് നോക്കേണ്ടത്. 12-ാം വയസ്സിൽ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു? എണ്ണി നോക്കുകയാണോ? ഇല്ല, ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈശോനെ കാണാൻ ചെപ്പോൾ ഔസേപ്പിൻ്റെ വഴി കൂടെയും മാതാവ് ഓടിപ്പോയി ചെന്ന് അല്ലേ. 12 വയസ്സ് വരെ ഈശോയ്ക്ക് സഹോദരൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വേഗം തീർക്കാം. എന്നാൽ ഇനി 33 വയസ്സിലൂടെ പോയേക്കാം. ഗാഗുൽത്തായുടെ നിറയിൽ ഈശോ ക്രൂശിക്കപ്പെടുമ്പോഴത്തേനും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പെൺകുട്ടി യഹൂദ പാരമ്പര്യം അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ഒന്നിൽ അപ്പൻ, അത് കഴിഞ്ഞാൽ ഭർത്താവ്, അത് കഴിഞ്ഞാൽ ആൺമക്കള്. ഈശോയ്ക്ക് അല്ലെങ്കിൽ മേരിക്ക് വേറെ ആൺമക്കളുണ്ടായിരുന്നുവെങ്കിൽ കുരിശിന് ചുവട്ടി വെച്ച് മാതാവിനെ ജോണിനെ ഏൽപ്പിക്കാൻ ഈശോയ്ക്ക് സാധിക്കുമായിരുന്നോ? കമോൺ. 33 വയസ്സ് വരെ പ്രസവിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പാത്തേബൂസി തൂയി പോകുമായിരുന്നു, പ്രസവിച്ചില്ല. ഈ പെന്തുക്കോസുകാരിങ്ങനെ ഈ മാതാവിന് വേറെയും പിള്ളേരുണ്ടായിരുന്നു, യാക്കോ, ജിമിയോൻ, ഇതൊക്കെ പറയുമ്പോഴത്തേനും ഫസ്റ്റ് ആദ്യം ഞാൻ ഇത്തിരി പ്രസിഡന്റ് ആയതാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഇതൊന്നും പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് മാതാവ് പറഞ്ഞു, ബൈബിൾ വായിക്കാൻ പറഞ്ഞു, ഇരുന്ന് ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് തന്ന ഉത്തരങ്ങളാണ്. അത് കഴിഞ്ഞ് വേഗം 1-2 കാര്യങ്ങളുടെ പറയാം. ഈ ജോൺ പോൾ സെക്കൻഡാണല്ലോ മാതാവിൻ്റെ ഏറ്റവും പ്രിയമുള്ള. അപ്പോൾ ഈ നമുക്കറിയാം അലി അക്ക ഈ ജോൺ പോളിനെ വെടിവെച്ച് കഴിഞ്ഞപ്പം ഈ ഒരു കാര്യം മാതാവ് പറഞ്ഞ കാര്യം ഒന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വെടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ ഞാൻ വെടികൊണ്ട സ്ഥലത്തൊക്കെ 2 ആഴ്ച മുമ്പ് തന്നെ മാതാവ് ഉണ്ടായിരുന്നു, ഇറ്റലി റോമിൽ കൂടെ. അപ്പോൾ മാർപ്പാപ്പേനെ പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞ്, പിതാവേ ഈ വെടി താങ്കളുടെ ദേഹത്ത് കൊണ്ടിടും, ഈ വെടിയുണ്ട ഞാൻ എടുത്ത സ്ഥലവുമായിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമായിരുന്നുവെങ്കിൽ താങ്കൾ ഇപ്പോൾ കാണത്തില്ലായിരുന്നു. എങ്ങനെയോ ഈ വെടിയുണ്ടയ്ക്ക് ഒരു വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും ഈ വെടിയുണ്ട താങ്കളുടെ ഇരുന്നോട്ട് നമ്മൾ കൊടുത്തുവിട്ട്. അത് കഴിഞ്ഞ് ജോൺ പോൾ സെക്കൻഡ് വത്തിക്കാനിൽ വന്ന് വിശ്രമിച്ച് കഴിഞ്ഞ് ആദ്യം പോയത് അങ്ങോട്ടെന്നറിയാവോ? ഫാത്തിമയിലേക്ക്, പോർച്ചുഗലിലെ ഫാത്തിമയിലേക്ക് പോയി മാതാവ് ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞു, സ്ത്രീയെ നീയാണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്കറിയാം, എൻ്റെ ദേഹത്ത് കയറി നീ മാറ്റിവിട്ട ആ വെടിയുണ്ട് ഇന്ന നിൻ്റെ കിരീടത്തിൽ തന്നെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് മാതാവിന് ഒരു വലിയ 10 കിലോയുടെ ഏതാണ്ട് സ്വർണ്ണ കിരീടമുണ്ടേ. നിങ്ങളവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയി, എന്നെ കാണിച്ച മാതാവ് ആ വെടിയുണ്ട് ഇപ്പോഴും ആ കിരീടത്തിൽ ഇരിപ്പുണ്ട്. ആമേൻ, പ്രൈസ് ലോർഡ്. അന്ന് ആ മാതാവ് ഫാത്തിമയിൽ 1917 ലൂസിയ ഫ്രാൻസിസ്കോ ജെസിന്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ട പല കാര്യങ്ങളിൽ പറഞ്ഞു കൊടുത്തിൽ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയെപ്പറ്റി പറഞ്ഞു. അന്ന് ഈ വെടിയുണ്ട്, അപ്പോൾ മാതാവ് അന്ന് പറഞ്ഞതാണ് എന്തുവാ, റഷ്യ അപ്പോൾ 1917 ഫ്രാൻസിസ്കോ ലൂസിയ ജെസിന്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവ് ഈ പിള്ളേരോട് പറയാണ്, അപ്പം റഷ്യയിൽ വലിയൊരു ഭരണമാറ്റം വരാൻ പോവുകയാണ്, സഭയെ തകർക്കാൻ വേണ്ടി ഒരു പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്ത് ഉടലെടുക്കും. അങ്ങനെയാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. അവൻ ആദ്യം ചെയ്തത് അവരുടെ പാറ്റൻ്റെ അംഗം തോക്കുകളും ഗർജിച്ചത് പള്ളികൾ ഇടിച്ചു ചേർത്താനും ബിഷപ്പുമാരെയും വൈദികരെയും വെടിവെച്ച് വീഴ്ത്താനുമാണ്. അത് കഴിഞ്ഞ് അവരുടെ റെഡ് ആർമി, റഷ്യയുടെ ചെമ്പട കിഴക്കൻ യൂറോപ്പ് മുഴുവൻ, ഹോളണ്ട്, പോളണ്ട്, ചെക്കോസ്ലോവാക്കിയ എല്ലാം തച്ച് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി പലയിടത്തും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ്, നിങ്ങൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക, റഷ്യനെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു.
ഉടനെ പാവപ്പെട്ട കത്തോലിക്കർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജപമാല ഉരുട്ടിപ്പെടുത്തലും ലോകം അവരെ പരിഹസിച്ചു. നിമിഷ നേരം കൊണ്ട് ലോകത്തിനെ തച്ചു തകർക്കാൻ മാത്രം ആദിശേഷിയുള്ള റഷ്യയുടെ മുമ്പിൽ ഇവരിത് ഉരുട്ടിക്കൊണ്ടിരുന്ന വല്ലതും കാര്യമുണ്ടോന്ന്. പക്ഷെ മാതാവ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ മാർപ്പാപ്പ ലോകത്തുള്ള സകല കർദിനാളന്മാരെയും വിളിച്ചുകൂട്ടി റഷ്യനെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക, ഞാൻ റഷ്യനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പല മാർപ്പാപ്പന്മാരും റഷ്യനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ മാർപ്പാപ്പ ജോൺ പോൾ സെക്രട്ടറി വെടിയേറ്റിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഫാത്തിമയിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ആദ്യം ജോൺ പോൾ സെക്രട്ടറി ചെയ്തതെന്നാണെന്നറിയാവോ? അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന എല്ലാ കർദിനാളന്മാരെയും വത്തിക്കാനിൽ വിളിച്ചുകൂട്ടി റഷ്യനെ പരിസമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു. കണ്ടില്ലേ, ഒരു തുള്ളി ചോറ് പോലും പുടിയാതെ റഷ്യനെ പരിസമ്മ മാനസാന്തരപ്പെടുത്തത്. അന്നും ഇന്നും റഷ്യൻ പടയാളിക്കാരിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. ഒറ്റത്തുള്ളി ചോറ് പോലും പുടിയാതെ ഇന്ന് റഷ്യ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. വിമല ഹൃദയ പ്രതിഷ്ഠ സൈമൺ മോൺഫോർട്ടി കൂടെ ലോകത്തിന് മാതാവ് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കുടുംബത്തിനെ, കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. എന്നോട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നപ്പോഴത്തേനും പരിസ്ഥിതി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജോർജ്, ലിസി, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുമായി എൻ്റെ യോങ്കേഴ്സിൽ നിന്നും അമേരിക്കയിലെ വാഷിംഗ്ടണിലേക്ക് 240 മൈലുണ്ട്. നിങ്ങൾ 5 ഞായറാഴ്ചകളിൽ പോയി എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങളുടെ കുടുംബത്തിനെ, കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞ് ഞാനും ലിസിയും ഡ്രൈവ് ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്കറിയാവോ ആരാണെന്ന്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ ക്രമീകരിക്കുന്ന ആരാന്നറിയാവോ? ഞാനോ ലിസിയോ അല്ല. ആരാന്നറിയാവോ? പരിസ്ഥിതി അമ്മയാണ്. അതിലോട്ട് ഞാനിപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾക്കറിയത്തില്ലേ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ പ്രതിഷ്ഠിക്കാറില്ലേ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ? നിങ്ങൾ പ്രതിഷ്ഠിച്ചോ? നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിത പങ്കാളിനെ നിങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ സാത്താൻ കയറി കളിക്കുകയല്ല. കൃത്യമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾക്ക് എനിക്കറിയാം. പൈശാച് 3 അടിയെങ്കിലും മാറി നിൽക്കും. എന്നു വെച്ചാൽ പരിസമ്മേനെ പിശാചിന് വലിയ പേടിയാണ്. ഈശോനെ പോലും പരീക്ഷിക്കാം, ഈശോയേക്കാൾ ചിട്ടയായിട്ടല്ല കേട്ടോ, ഈശോനെ പോലും പരീക്ഷിക്കാൻ വേണ്ടി പിശാചി എന്നായിരുന്നു, എടാ നീ അപ്പം തിന്നടാ, റൊട്ടി തിന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് പരിസമ്മയുടെ പേര് പോലും കേൾക്കുന്നത്. ആമോത്ത് എന്ന് പറയുന്ന വത്തിക്കാൻ്റെ ഏറ്റവും ചീഫ് എക്സോസിസ്റ്റ് പറഞ്ഞായിരുന്നു, മേരി എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ ഈ ഒബ്സഷൻ, ഈ പൊസഷനൊക്കെ ഉള്ള ഈ എന്നാ പറയണേ, ഈ പിശാചൊക്കെ ആവശ്യിച്ച ഇവർ കിടന്ന് പെടയുന്നാ പറയണത്. മേരി എന്ന് മാതാവിൻ്റെ പേര് പോലും കേൾക്കാൻ പറ്റില്ല പിശാചിന്. അവൻ്റെ ചെവിക്കകത്തോട്ട് ഒഴിക്കുന്ന ഒരു പ്രതീതിയാണെന്നാണ് പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പിള്ളേരെ നിങ്ങൾ പരിസമ്മ പറഞ്ഞതാണ്, നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, അപ്പം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പള്ളിക്കൂടത്തിൽ പോയാൽ തിരിച്ച് വന്നല്ലേ ഉള്ളൂ അല്ലേ? അങ്ങോട്ട് പോകുന്ന രൂപത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അങ്ങോട്ട് നമ്മുടെ പുട്ടുമൊക്കെ കഴിച്ചേച്ച് പോകുന്നതിന് ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേനും അവൻ ഏതാണ്ട് രൂപ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കൊള്ളൊന്നും പറയുന്നില്ല. അപ്പം പിള്ളേരെയൊക്കെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. മാതാവിൻ്റെ ഒരു മാലാഖ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു കാവലുണ്ടായിരിക്കും. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. സംശയിക്കാതെ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഞാനും എൻ്റെ കുടുംബം പരിസമ്മയുടെ വിമലഹൃദയത്തിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചിനെ അമ്മേനെ ഏൽപ്പിക്കുകയാണ്. അമ്മ കൊച്ചിനെ കൊണ്ടുപോകണം, അമ്മ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. ഈ നേഴ്സിംഗ് സ്കൂളിലേക്കൊക്കെ പിള്ളേരെ നേഴ്സിംഗ് പഠിക്കാനൊക്കെ വിടുമ്പോഴത്തേനും അമ്മ ഇവിടെ കൊണ്ടുപോകണം, അമ്മ തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് വിട്ടു നോക്കി പിള്ളേർ തിരിച്ചു വരും അല്ലേ? ആമേൻ. എനിക്ക് നിങ്ങളോടൊക്കെ ഒത്തിരി സ്നേഹം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലല്ലോ എനിക്കറിയത്തില്ല. 1947 ഇറ്റലിയിൽ മോണ്ടിക്യാരിയിൽ മാതാവ് നമ്മുടെ റോസാമിശിക മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പെരുനാഗിലി എന്ന് പറയുന്ന ഒരു നേഴ്സിനാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്തിനാ നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടത്? പണ്ട് ഈ വെറുതെ ബെന്നാർത്ത് എന്ന് പറയുന്ന ഗ്രാമീണ പെൺകുട്ടികൾക്ക് അല്ലെ ആട് തീറ്റിക്കൊണ്ടുവന്ന ലൂസിയ ജെസിത്ത ഫ്രാൻസിസ്കോയ്ക്ക് എന്തുകൊണ്ടാണ് പെരുനാഗിലി എന്ന് പറയുന്ന ഒരു നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടത്? ഇപ്പം നേഴ്സുമാരുടെ കാലഘട്ടം അല്ലേ? നേഴ്സുമാർക്ക് ഇപ്പം എന്നാ പത്രാസ നിങ്ങൾക്ക് എനിക്കറിയത്തില്ല. അപ്പം ഇപ്പം ലോകത്തെവിടെയും ജോലി കിട്ടുന്നൊരു മേഖല കേട്ടോ. അപ്പം നേഴ്സുമാരിൽ കൂടിയാണ് വിശ്വാസം. ഇന്ന് അമേരിക്കയിലെ കുടിയേറ്റത്തിൻ്റെ ചുക്കാൻ പിടിച്ച് മുഴുവൻ നേഴ്സുമാരാണ്. UK കാനഡയിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേഴ്സുമാർ പോയി അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ടുപോയി അങ്ങനെ കുടുംബങ്ങളായി അവിടെയെല്ലാം വിശ്വാസ കൂട്ടായ്മ വന്നു. അതാണ് ഒരു നേഴ്സിന് തന്നെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം മാതാവിൻ്റെ ഹൃദയത്തിൽ 3 വാളുകളാണ്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാതാവ് ഇതെന്നാ മാതാവ് ഈ വാള് ചങ്ക കയറിയിരിക്കണേ? എൻ്റെ മോളെ ഇതാണ് കാരണം. എന്നാ വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്, 3 വാളാണ് ഇരുന്നത്. ആ 3 വാൾ എന്നാക്കിയാണെന്ന് അറിയാവോ? അൺവർത്തി സെലിബ്രേഷൻ ഓഫ് ദ യൂക്രിസ്റ്റ്. വിശുദ്ധ ബലി വിശുദ്ധിയില്ലാതെ പരികർമ്മം ചെയ്യപ്പെടുന്നത്. അത് സഭയുടെ നവീകരണത്തിന് വേണ്ടിയാണ് റോസാമിസ്റ്റിക 1947 ഇറ്റലിയിൽ മാതാവ്
പ്രത്യക്ഷപ്പെട്ടത്. വൈദികർ വിശുദ്ധിയില്ലാതെ വിശുദ്ധബലി അർപ്പിക്കുന്നു. വിശുദ്ധിയില്ലാതെ ആൾക്കാർ ഈശോനെ സ്വീകരിക്കുന്നു. അൺവർത്തി റിസപ്ഷൻ ഓഫ് കമ്മ്യൂണി, അതായത് വിശുദ്ധിയില്ലാതെ ഈശോനെ സ്വീകരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ കൊച്ചിലെ ശനിയാഴ്ച അമ്മ കുമ്പസാരിക്കാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അന്ന് കുർബാന സ്വീകരിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. പിന്നെ അമ്മയ്ക്കറിയാം വീട്ടിൽ വന്ന് പിള്ളേർ അതും എടുത്ത് തിന്ന് ഞൂണ്ടി തിന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന്. ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അമ്മമാർ സമ്മതിക്കല്. ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ എല്ലാവരും ഏറ്റി നിന്നുകൊണ്ട് ഇതാണ്ട് പല്ലുമുട്ടായി മേടിച്ച് തിന്നുന്ന പോലെയാ. ആമേൻ. മാരകപാപത്തിൽ ഒരു വ്യക്തി ഉണ്ടുവെങ്കിൽ ഒരു കാരണവശാലും ഈശോനെ സ്വീകരിക്കരുത്. വിശുദ്ധബലിയിൽ പങ്കെടുക്കാം, പക്ഷേ നമ്മളെല്ലാവരും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കേണ്ട പരിഗണനയുടെ 10% പോലും കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു പ്യൂവിൽ ഇരിക്കാന്ന് വെച്ചു, ഒരു എവിടെയാ നിങ്ങൾ ഇരിക്കുന്ന പോലെ പള്ളിയിൽ. അപ്പോൾ എൻ്റെ അടുത്ത വശത്ത് ഇരിക്കുന്നവരെല്ലാവരും കുർബാന സ്വീകരിക്കാൻ പോകുമ്പോഴത്തേനും ഞാനൊരു പാപം ചെയ്തു പോയി, മനുഷ്യനല്ലേ, പാപം ചെയ്തു പോയി, എന്നാൽ കുമ്പസാരിച്ചിട്ട് ഈശോനെ സ്വീകരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പം എനിക്കുണ്ടാകുന്ന ഒരു ഈഗോ ചമ്മലെന്നാണെന്നറിയോ, എടാ ഇവരൊക്കെ ഓർക്കും ഞാൻ ഏതാണ്ട് വലിയ പാവം ചെയ്തതാന്ന്, എന്നാൽ കിടക്കട്ടെ ഞാനും പോയി കൂടുതലൊക്കെ ഏറ്റുവേഗുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന ആരെയാണ്? മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവനായിട്ടാണ് ഞാൻ മാറുന്നത്, അതോ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നവനായിട്ടാണ് ഞാൻ മാറുന്നത്? അതിൻ്റെ പേരാണ് ഈ വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ഈശോയുടെ മക്കളാണെന്നൊക്കെ നമ്മൾ ചുമ്മാ വീമ്പളക്കുകയും ചെയ്യും. ഒരു കുറ്റബോധവും ഇല്ലാതെ, ഒരു മ്ലേച്ഛതയില്ലാതെ ഈശോയിനെ പോയി മേടിക്കുമ്പോഴത്തേനും ഇത് ഈശോയാണെന്ന് ഓർക്കണം, പിള്ളകളിയല്ല, ഇതൊരു തീക്കട്ടയാണെന്ന് ഓർക്കണം. സോ അൺവർത്തി സെലിബ്രേഷൻ ഓഫ് ദ യൂക്രിസ്റ്റ് ആൻഡ് അൺവർത്തി റിസപ്ഷൻ ഓഫ് ഹോളി കമ്മ്യൂണിയൻ. ഇതാണ് ആദ്യത്തെ മാതാവിൻ്റെ ചങ്കി കുത്തിയിരുന്ന വാള്. രണ്ടാമത്തെ വാള് ഗീവിങ് അപ്പ് ഓഫ് ദ വൊക്കേഷൻ, ഈ പൗരോഹിത്യമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത്. കുടുംബജീവിതമൊക്കെ അതാണ് നല്ലതാണെന്നും കണ്ടുകൊണ്ടായിരിക്കും ഇവർ വരുന്നത്. വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പം അതുപോലെ തന്നെ പിന്നെ വിശ്വാസരാഹിത്യം, വിശ്വാസം ചുമ്മാ. ഇപ്പം വിശ്വാസമൊക്കെ ഒന്നാമത് പണ്ടൊക്കെ അപ്പനും അമ്മയ്ക്കൊക്കെ എന്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പേരൻറ്റിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ അതോറിറ്റി. ഒരു അപ്പൻ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പിള്ളകളിയൊന്നുമല്ല, ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന പോലെയൊന്നുമല്ല, ഒരു വീട് പണിയുന്ന പോലെയൊന്നുമല്ല. ഒരു കുഞ്ഞിനെ ദൈവം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണ് ഒരു പേരൻറ്റിങ്. അപ്പൻ അല്ല അമ്മയാകുക എന്ന് പറയുന്നത്. ഒരു അപ്പനും അമ്മയാകാൻ വേണ്ടി കൊതിക്കുന്ന എത്രയോ പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാവോ? ഒരു അപ്പനും അമ്മയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. പിള്ളേർക്ക് പള്ളിക്കുടത്തിൽ പോകാനും കച്ചുപ്പടി ഡാൻസ് കളിക്കാനും തരികിട വെക്കാനും ഒക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട്. വിശ്വാസം നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ബുദ്ധിമുട്ടിൽ കഷ്ടപ്പാടിൽ നമ്മളിലേക്ക് പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ 10% നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മളെ കൂടെ സാധിക്കുന്നുണ്ടോ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചാച്ചനല്ലെങ്കിൽ അമ്മ വന്ന് മക്കളെ മുട്ടുകുത്തി കുരിശ് വരയ്ക്കാൻ സന്ധ്യാപ്രാർത്ഥനയിൽ പാട്ട് പാടാൻ പറയുന്ന അതേ അപ്പൻ്റെ അമ്മയുടെ മക്കളല്ലേ നമ്മൾ? നമുക്ക് കിട്ടിയിരിക്കുന്ന മക്കളെ ആ രീതിയിൽ ഒരു സന്ധ്യാപ്രാർത്ഥനയിലേക്കെങ്കിലും നയിക്കാൻ ഏതെങ്കിലും അപ്പനും അമ്മയ്ക്ക് ഇപ്പോൾ കഴിവുണ്ടോ, ശക്തിയുണ്ടോ? സകല തിരികെയും തക്കട തിരികെയും സന്ധ്യയ്ക്ക് ചാനലിൻ്റെ മുമ്പിൽ ചുമ്മാ ചടഞ്ഞിരിക്കുകയും. എന്തുകൊണ്ടാണ് പിള്ളേരോട് കുരിശ് വരയ്ക്കാൻ പറയാനുള്ള ആത്മീയ തൻ്റെ ഇടം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? വൈ എന്നിട്ട് അപ്പനും അമ്മയും കൂടെ എല്ലാ ധ്യാനകേന്ദ്രങ്ങളും കൂടെ ഓടിക്കൊണ്ടിരിക്കും. ഓടത്തോടോടം, അവിടെ ഓട്ടം ഇവിടെ ഓട്ടം. എന്തിനാ ഓടണേ? സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള ആ ഒരു ബോധ്യമെങ്കിലും നമുക്കില്ല എങ്കിൽ വൈ വി ആർ റണ്ണിങ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കൊക്കെ മൗസായി കിട്ടിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അമേരിക്കയിലാണ് ഞാൻ വളർന്നത്. നിങ്ങൾ ബെന്നി അച്ഛനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും സന്ധ്യാപ്രാർത്ഥന മുടക്കവുമില്ല. വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാമ്പാർ പരുവത്തിൽ ഞങ്ങൾ കൊണ്ടുപോകാമായിരുന്നു. അവിടെ പോയി ഞാനും ഇച്ചിരി തക്കട കളിക്കേണ്ടി വന്നാൽ നിലം തൊടാതെ നടന്നപ്പോഴാണ് മാതാവ് പറഞ്ഞത്, നിന്നെ ഞാൻ അമേരിക്ക കൊണ്ടുവന്ന് എൻ്റെ മകൻ്റെ സ്നേഹത്തിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു കൃപയും തന്നാൽ വിട്ടേക്കണം, നീ ആ പണി ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പലതും അവിടെ ചെയ്തതാണ്. എൻ്റെ പിള്ളേരെ അന്ന് തൊട്ട് മാതാവ് ഏറ്റെടുത്ത് വളർത്താൻ തുടങ്ങി. ഞങ്ങൾക്കൊരു അറിയില്ല, ഒരു പ്രശ്നവും ഇല്ല. എന്നുവെച്ചാൽ പിള്ളേരെ കുരിശ് വരയ്ക്കണമെങ്കിൽ ഇന്ന് പിള്ളേർക്ക് പ്രോജക്റ്റാണ് കോപ്പാന്നൊക്കെ നമ്മൾ പണ്ട് ചെയ്യുന്ന ഗൃഹപാഠത്തിൻ്റെ പേര് ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രോജക്റ്റ്. പേര് എന്തുകൊണ്ടാണ് ഒരു അപ്പൻ മുട്ടുകൂട്ടിയിടിക്കുന്നത്? അമ്മയോട് വഴക്കുണ്ടാക്കാൻ അപ്പന് പറ്റും, അപ്പനോട് വഴക്കുണ്ടാക്കാൻ അമ്മയോട് പറ്റും. വൈ കാണ്ട് യു ഡിസിപ്ലിൻ യുവർ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആത്മീയ അച്ചടക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ആൻഡ് വൈ ഹും യു ആർ കംപ്ലൈനിങ്? എന്നിട്ട് ആരോടാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ആരോടാ പരാതി പറയുന്നത്? എന്താ പരാതി പറയുന്നത്? നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ല, കോളേജിൽ പോകുന്ന കുട്ടികൾ പഠിച്ചില്ല, മാർക്ക് കുറഞ്ഞെങ്കിൽ യു ഹാവ് എനി റൈറ്റ് ടു കംപ്ലൈൻറ്റ്? ദ സെയിം വേ ദൈവം എല്ലാ കൃപകളും ആനുഗ്രഹങ്ങളും പഠിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ആരായിത്തീരണമെന്ന് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് കൈപിടിച്ച് അയക്കാൻ വേണ്ടി ഒരു അപ്പനെ അമ്മേനെ ഒരു കൊച്ചിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിനെ കൈപിടിച്ച് അയക്കാനുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ട് നമ്മൾ അപ്പനും അമ്മയും കൂടെ ധ്യാനകേന്ദ്രങ്ങളിൽ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ആത്മീയത, ദൈവത്തിനെ കൊടുക്കണം, അമ്മേനെ കൊടുക്കണം. ആമേൻ പ്രൈസ് ലോർഡ്. കൈ ഉയർത്തി പറഞ്ഞ ആമേൻ പ്രൈസ് ലോർഡ്. അപ്പോൾ മാതാവ് പറഞ്ഞു
അപ്പം ഈ പിന്നെ എൻ്റെ മാതാവെ ഞാനതിന് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മോളെ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം ഈ 3 വാളുകൾ പെട്ടെന്ന് 3 പൂക്കളായിട്ട് മാറുകയാണ്. വെള്ള, ചുമല, പച്ച. പ്രയർ, സാക്രിഫൈസ് ആൻഡ് പെനൻസ്, പ്രാർത്ഥന, പരിത്യാഗ. ഇത് അപ്പോൾ മാതാവ് പറഞ്ഞ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ പരിസമ്മേനെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പരിസമ്മ പറയുന്നതിന് ചെവി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ന് എനിക്കറിയാം, ഞാൻ പല വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കാലൊരുവ മുള്ളു കുത്തി കയറുന്ന പോലെയാണ്. ഞാൻ ചോദിക്കും, നിങ്ങളിവിടെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കും. നേരിട്ട് ചോദിക്കല്ലോ കേട്ടോ, ചായയൊക്കെ കിട്ടിയിട്ട് ചോദിക്കണം, അല്ല ചായ പോകുമല്ലോ എന്നുള്ളത്. അപ്പം ഒരു പ്രാർത്ഥനയില്ല ആ സമയത്തല്ലേ സന്ധ്യ ചാനൽ അല്ലേ, അന്തി ചാനൽ അല്ലേ, MLA ഒരു പെണ്ണിന് എന്നൊക്കെ ഇപ്പം ചാനലിൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, തലയ്ക്ക് ഊളയുള്ള ആർക്കെങ്കിലും കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന ചാനൽ ചർച്ചകളാണ് ഇത്? ആരാ ഇതിന് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നും കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയല്ലേ? ഉളുമ്പില്ലേ അല്ലേ ഇതൊക്കെ കേൾക്കാൻ? എന്തൊരു നാടക. പണ്ടൊരു മാപ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, ഞാൻ അമേരിക്കയിൽ നിന്ന് കുറേ അത് വായിച്ച് ഉള്ള ബുദ്ധിയോടെ പോവുക. ഇപ്പം ഇതുപോലെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത ചർച്ചകൾ, ഒരച്ഛൻ എവിടെയെങ്കിലും ഒന്ന് കാലറിയാൽ, ഒരു സിസ്റ്ററിന് എന്നാണെങ്കിലും കാലറിയാൽ, ഇവനൊക്കെ എന്തൊരു ഹരമാണ്. ഒരു MLA എന്നതാണ് ഇതൊക്കെ? എന്നതാണ് ഒരു മ്ലേച്ഛതയല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ ഇച്ചിരിയെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ചവർക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന വാർത്തകളാണ് ഇന്ന് കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പ്രൈം ടൈം മുഴുവൻ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന സമയമല്ലേ. ദേ ആർ സ്റ്റീലിങ് അവർ ടൈം. ശരിയല്ലേ? കൊച്ചുങ്ങളെല്ലാം ഇതും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ നാളെ ഒരു അപ്പോൾ 2006 ഒരു കാര്യം കൂടെ പറയാം, പെട്ടെന്ന് പറയാം. എന്നിട്ട് എന്നെ മാതാവ് കൊണ്ടുവരുന്ന 2 അനുഭവം കൂടെ നമുക്ക് വെക്കാം. അപ്പം 2006 ലഗാഡിയ, ഞാൻ ന്യൂയോർക്കിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ പേരാണ് ലഗാഡിയ എയർപോർട്ട്. അവിടുന്ന് നോർത്ത് കരോളിനയിലേക്ക് ഒരു വിമാനം പൊങ്ങുകയാണ്. ചെസി സള്ളംബർഗ് എന്ന് പറയുന്ന കാലിഫോർണിയയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതാണ് പൈലറ്റ്. അതിൻ്റെ അകത്ത് കോളേജ് എന്നാണ് പറയുന്നത് ജർമ്മൻ യാത്രക്കാരനുണ്ടായിരുന്നു. ആ ജർമ്മൻ യാത്രക്കാരൻ പിറ്റേ ദിവസം അമേരിക്കയിലെ ചാനൽ 5 പറഞ്ഞത്, അത് കഴിഞ്ഞ് മാസച്യൂസറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഡിവൈൻ മേഴ്സി സൺഡേയുടെ അന്ന് EWTNയിൽ പ്രസംഗിച്ചത് എൻ്റെ ചെവി കൊണ്ട് കേട്ടതും കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വിമാനം അങ്ങ് പൊങ്ങി. 133 യാത്രക്കാരുണ്ടായിരുന്നു. വിമാനം പൊങ്ങിയപ്പോഴത്തേനും പക്ഷിക്കൂട്ടിടിച്ച് വിമാനത്തിൻ്റെ 4 എഞ്ചിനും കേടായി. 4 എഞ്ചിനും കേടായി കഴിഞ്ഞപ്പോഴത്തേനും വിമാനം, ഈ ന്യൂയോർക്കിനെ പറ്റി അറിയാമെന്നറിയാം, അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. വിമാനം നേരെ താഴോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അവസാനം കോക്പിറ്റിൽ നിന്ന് ഒരു ശബ്ദം കയറി, ബ്രേസ് ഫോർ ദി ഇമ്പാക്റ്റ്. എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിക്കോളാൻ. ഉടനെ വിമാനം താഴോട്ട് പോരുമ്പോഴത്തേനും ഈ ജോർജ് വാഷിംഗ്ടൺ പിടിച്ച് മൻഹാട്ടനിലെ വലിയ കെട്ടിടങ്ങളെ കണ്ട് എല്ലാവരും അയ്യോ പാവയോ ഒക്കെ വെക്കുമ്പോഴത്തേനും ആ കോക്പിറ്റിൽ നിന്നും പൈലറ്റിൻ്റെ മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാവോ? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് ദീ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഏതായാലും ചാകാൻ പോകാനുള്ളൂ എന്നോർത്ത് എല്ലാം കൂടി ഏറ്റു ചെല്ലി. ഹലോ, എല്ലാവരുടെയും ഏറ്റിയല്ലേ? നിങ്ങൾക്കറിയാവോ, വേൾഡ് ഏവിയേഷൻ്റെ ഹിസ്റ്ററിയിൽ ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ന്യൂജേഴ്സി ന്യൂയോർക്കിൻ്റെ ഇടയ്ക്കുള്ള നദിയുടെ പേരാണ് ഹഡ്സൺ നദി. ആ ഹഡ്സൺ നദിയിലേക്ക് വിമാനം വന്ന് പതുക്കെ സ്ലൈഡ് ചെയ്ത് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിമാനത്തിൻ്റെ ഒരു ചിറക് ഒടിഞ്ഞു. 133 യാത്രക്കാരിൽ ആകെ ഒരാളുടെ വലതുകാലിൻ്റെ സ്പ്രെയിൻ ആങ്കിള് ഉളുക്കി. അത് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ പൈലറ്റ് പറഞ്ഞു എന്നാന്നറിയോ? മദർ സേവ്ഡ് മീ എന്ന്. ഹലോ, പ്രൈസ് ലോർഡ്. എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചത്. അത് കഴിഞ്ഞ് പള്ളിക്ക് ഒത്തിരി നിയമപ്രശ്നമൊക്കെ നേരിടേണ്ടി വന്ന്. ആ വിമാനത്തിലുണ്ടായിരുന്ന കോളേജ് എന്ന് പറയുന്ന ജർമ്മൻ യാത്രക്കാരൻ പിറ്റേ ദിവസം അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു ചാനലാണ് ചാനൽ 5 പറഞ്ഞതും ഞാൻ കേട്ടതാണ്. അദ്ദേഹം EWTN മുമ്പിലും പറഞ്ഞതാണ്. അതായത് ഒരു വിമാനം താഴോട്ട് പോരാൻ നേരത്ത് ആ മനുഷ്യൻ പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ എന്ന്. ആ ഒരു നന്മ നിറഞ്ഞ മറിയം ആരാ അവനെ പഠിപ്പിച്ചത്? എന്നാ ഞാൻ പറയാം. എൻ്റെ പേര് ഞാൻ ഒരു മാഞ്ഞൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നാൽ, അത് ഗ്രാമപ്രദേശം. നിങ്ങൾക്കറിയാം, അന്നൊന്നും ഈ വീടുകൾക്കൊന്നും മതിലൊന്നുമില്ല. സ്കൂളിൽ നിന്ന് വരുമ്പം എന്നാങ്കിലും അടുക്കള ഉണ്ടെങ്കിൽ എടുത്തു തിന്നും, അല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ താഴെയുള്ള ഞങ്ങളുടെ പാടത്തൊരു മൈതാനത്തോട്ട് പോകും. അവിടെ കള്ളന് പോലീസ് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. കള്ളനും പോലീസ് എന്ന് പറഞ്ഞ് കളിക്കുമ്പോഴത്തേനും കുറേ പേര് കള്ളന്മാർ, കുറേ പേര് പോലീസുകാർ. കള്ളന്മാരെല്ലാം മുമ്പ് ഓടുമ്പോൾ പോലീസുകാർ ചെന്ന് അവരെ തുടരണം. അങ്ങനെയാണ് ഈ ഗെയിം ഓവറാണ്. അപ്പം ഞങ്ങൾ ഓടുമ്പോഴത്തേനും അന്ന് മതിലില്ലാത്തതുകൊണ്ട് എല്ലാ വീട്ടിലും തൊഴുത്തു ഒക്കെ ഉണ്ട്. തൊഴുത്തെ പശു, കാള, മനസ്സിലാകുന്നുണ്ടോ? പശു, കാള എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടല്ലോ. ആ കാള. അതുപോലെ എല്ലാ വീട്ടിലും പട്ടിയുണ്ട്. അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ കൂടെ ഓടിക്കറുമ്പോൾ ഈ പട്ടിയെല്ലാം ഞങ്ങളിട്ട് ഓടിക്കും. ഞങ്ങൾ നല്ല സ്പീഡിൽ ഓടും, മാട്ടയിലോട്ടൊക്കെ. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ നല്ല സ്പോർട്സ്മാരായതാണ്. അപ്പം
പക്ഷെ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേനും പട്ടി കടിക്കാൻ വരികയും പോത്ത് കുത്താൻ വരികയും ചെയ്യുന്ന ദുസ്വപ്നം കാണും. എൻ്റെ ദൈവമേ, ഉടനെ കരഞ്ഞുകൊണ്ട് തന്നെ അമ്മ കിടക്കുന്നിടത്തോട്ടില്ല. അന്നും അമ്മമാരൊന്നും മുറി അടച്ചിടിയല്ല. അമ്മയെ എന്നെ പോത്ത് കുത്താൻ വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും അമ്മയ്ക്കറിയാം ഒച്ച കേൾക്കുമ്പോൾ ഇത്ര. അമ്മയും കണ്ണു തുറക്കാതെ നമ്മുടെ നെറ്റിയെ ഒരു കുരിശ് വരച്ചിട്ട് പറയും, നീ ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലിയിട്ട് പോയി കിടന്നോളാൻ പറയും. ഞാൻ കണ്ണടക്കി തുറക്കാതെ തന്നെ നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലി ഞാനും പോകും. അന്ന് പിന്നെ കുത്താൻ വന്നിട്ടില്ല കേട്ടോ. ഞാനിത് പറയാൻ കാര്യം എന്താ അറിയോ, ജെസി സളംബർഗിൻ്റെ അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചിനൊരു മാരകമായ അസുഖം വന്ന് ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഡോക്ടർമാർ ഉപേക്ഷിച്ച സമയത്ത് ഞാനും ലിസിയും കൂടി ഇരുന്ന് നന്മ നിറഞ്ഞ പറയാൻ ചൊല്ലി. ഞാനും ലിസിയും കൂടി ഇരുന്ന് നന്മ പറയാൻ ചൊല്ലിയപ്പോഴത്തേനും സ്വർഗത്തിരുന്ന മാതാവ്, മോനെ നീ ഒന്ന് ചെന്ന് തൊട്ടു ആ കൊച്ചിനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ഈശോ കൃത്യം 12 മണിക്ക് ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിൻ്റെ ICUവിൽ കയറി വന്ന് എൻ്റെ കൊച്ചിനെ തൊട്ട് ഏൽപ്പിച്ചു വിട്ടു. ആമേൻ, പ്രൈസ് ലോർഡ്. എന്നെ പഠിപ്പിച്ച നന്മ നിറഞ്ഞ പറയും എൻ്റെ അമ്മ എൻ്റെ നെറ്റിയെ വരച്ചതാണ്. ജെസി സളംബർഗ് എന്ന് പറയുന്ന പൈലറ്റിൻ്റെ നെറ്റിയെ വരച്ചു കൊടുത്തതാണ് അവൻ്റെ അമ്മ. നമ്മുടെയൊക്കെ പിള്ളേർക്ക് എന്തെങ്കിലും വൈദ്യുതി വരുമ്പോഴത്തേനും ആ പിള്ളേർക്ക് ഒരു നന്മ നിറഞ്ഞ പറയാൻ ചെല്ലാൻ പറ്റുമോ? പഠിപ്പിച്ചിട്ടുണ്ടോ? അതോ ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരൻ വിളിക്കുമ്പോഴത്തേനും അവൻ കൊടുക്കുന്ന ജ്യൂസും കുടിച്ചുകൊണ്ട് വിട്ടു പോവുകയാണോ? ആമേൻ. കൈ ഉയർത്തി പറഞ്ഞ ആമേൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ പിള്ളകളിയൊന്നുമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ചങ്കുറപ്പെന്നും കൂടെ പറയും. വിശ്വാസം പ്രഘോഷിക്കാന്ന് പറയുന്നതും വിശ്വാസം കേൾക്കാന്ന് പറയുന്നതും ആ കേൾക്കുന്നത് ഹൃദയത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ഒരു ചങ്കുറപ്പെന്ന് പറയും. ചുമ്മാ കേട്ടേച്ച് പോകാൻ ആർക്കും പറ്റും. ആമേൻ, പ്രൈസ് ലോർഡ്. കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നാണെങ്കിൽ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പഠിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഫെയ്ത്ത്. അതിൻ്റെ പേരാ വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ, പ്രൈസ് ലോർഡ്. എന്നാൽ കേട്ടോ, ബാക്കിയും കൂടെ കേട്ടോ. അപ്പം ഇനി ഞാൻ ഇവിടെ നിർത്തുക. എന്നാട്ടെ, മാതാവ് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. 2, സാബത്ത് ഞായറാഴ്ച ആചരിക്കണം. പിന്നെ ഫാമിലി പ്രയർ, കുടുംബ പ്രാർത്ഥന നിങ്ങൾ കളയരുത്. എന്നുവെച്ചാൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മേഖല ജീവിച്ചവനാണ്. എനിക്കറിയാം, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതായുണ്ട്. അമേരിക്ക പറയാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ദ മോസ്റ്റ് ചലഞ്ചിങ്. പക്ഷേ പിള്ളേരെ കൂട്ടി ഞങ്ങൾ കുരിശ് വരയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്ന് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ധ്യാനം എടുത്ത്, പണ്ട് പീറ്റർ അച്ഛന് നിങ്ങളുടെ ബെന്നിയച്ഛന് പാലക്കാട് ധ്യാനം, ഞങ്ങൾ അവിടെയും പോയി ധ്യാനം കൂടി. അന്ന് പിള്ളേർ ഞങ്ങളോട് ചോദ്യമുണ്ട്, ചാച്ചേ അമേരിക്കയിൽ നമ്മൾ ഈ പള്ളിക്കൂടിയുള്ള പോക്കാം, ഇന്ത്യ വന്നാലും ഇവിടെ തന്നെ ഏതാണ്ട് വേഗാലാൻഡ് ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ, അവരുടെയൊക്കെ കൂട്ടുകാർ അങ്ങനെയൊക്കെ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും. പിള്ളേരെ ദിസ് ഈസ് കോൾഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു. പിള്ളേരെ നിങ്ങളെ പരിശ്രമം നിങ്ങളുടെ തോളെ ചെറുക് വെച്ച് കിട്ടി, നിങ്ങളെ ലോകം മുഴുവൻ കൊണ്ടുകൊള്ളും, നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങ് പോകാമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ സാക്ഷ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൂത്തമാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ പറ്റി പറയാൻ വേണ്ടി പറയുന്നതല്ല. ഒരു ദിവസം ഞങ്ങൾ കുരിശ് വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ലിസിയും പിള്ളേരും കൂടെ കുരിശ് വരച്ചുകൊണ്ടിരുന്നപ്പോൾ പിള്ളേർ ചോദിച്ച്, ടോണിക്കോട്ടൻ ചോദിച്ച്, ചാച്ചേ എൻ്റെ യൂത്ത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് പ്രശ്നമുണ്ട്, ഞാൻ ജീസസ് യൂത്തിന് വേണ്ടി പ്രവർത്തിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വളരെ പൊക്കോളാൻ പറഞ്ഞു. 1 വർഷം പോയതാണ്. പക്ഷേ അവൻ ഇന്ന് അമേരിക്കയിലെ ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് അമേരിക്കയിലും കാനഡയും എല്ലായിടത്തും പോയി അവൻ യൂത്തിന് വേണ്ടി ക്ലാസ് എടുക്കുന്നു. എന്നോടെ വന്ന് ഞാൻ മലയാളത്തിൽ, അവൻ ഇംഗ്ലീഷിലും ക്ലാസ് എടുക്കുന്നു. 2ാമത്തെ മോൻ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം ഡോക്ടറാകാൻ വേണ്ടി ഇപ്പം അതിൻ്റെ ഹൗസ് സർജൻസി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോള് ടീച്ചറാണ്, അവളെ പറ്റി ഞാൻ ഇപ്പം പറയാം. അപ്പം അത് കഴിഞ്ഞ് മക്കൾ അനുഗ്രഹമാണ്. മക്കൾ വേണം. ഞാൻ 5ാമനാണ്. 9 പിള്ളേരിലെ 5ാമനാണ് ഞാൻ. ഹലോ, 5ാമനായ എന്നെ പ്രസവിച്ചത്, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ അച്ഛൻ മരിക്കാറായപ്പോഴത്തേനും മാതാവ് പറഞ്ഞു, വേഗം ഞാൻ അച്ഛനെ കാണാൻ പറഞ്ഞു അമേരിക്കയിൽ നിന്ന്. ഞാൻ പോയി കണ്ടു. എൻ്റെ അമ്മ 47 ദിവസം മുട്ടിയാറ് ആശുപത്രി ഈ കോമായി കിടന്നപ്പം മാതാവ് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അമ്മയുടെ കൂടെ 47 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച്. അമ്മ പോകാൻ നേരത്ത് അമ്മയുടെ കാലേ കൈ വെച്ചുകൊണ്ട്, ഈശോയെ എൻ്റെ അമ്മ അങ്ങ് വരുന്നുണ്ട്, ഒന്ന് സ്വീകരിച്ചേക്കണം കേട്ടോ എന്നും പറഞ്ഞ് വിട്ട്. അച്ഛനെ അമ്മയ്ക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയൊരു മോനാണ് ഞാൻ 5ാമൻ. ഏറ്റവും കൂടുതൽ മുഴുവനായിരുന്നു. എന്നാലും 5ാമനായ എന്നെ പ്രസവിച്ച് എൻ്റെ ചാച്ചനും അമ്മയ്ക്ക് ലാഭമാണ് നഷ്ടമാണ്? അയ്യടാ ഉണ്ടായി. എൻ്റെ ഒരു അനിയൻ അവനുണ്ടല്ലോ. പിന്നെ 7ാമത്തവൻ ഫ്രാൻസിസ്, അവൻ അബുദാബി പോയി അച്ഛനൊക്കെ അറിയുന്നു. എൻ്റെ വീട്ടിൻ്റെ മുഴുവൻ സാമ്പത്തിക മേഖലയും ക്രമീകരിച്ചവനാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ആശുപത്രി, പെങ്ങളുടെ കല്യാണം എല്ലാം. അപ്പം ഒരു പ്രാവശ്യം എൻ്റെ മൂത്തയേട്ടൻ ചോദിച്ചേട്ടാ, നീ അവൻ ഈ അച്ഛനും അമ്മ എത്ര രൂപ ചിലവായി? നിങ്ങളെന്തിനാ അറിയണേ? ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു. സാറിന് ഇന്ന് 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു അപ്പന് വേണ്ടി ഒരു ചവപ്പെട്ടി മേടിക്കുകയാണെങ്കിൽ മൂടി മൂത്തവനും കിടത്തുന്നിടം മറ്റേവനും മേടിക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സ്ഥലത്ത് അവനോട് ചോദിച്ചിട്ട് അവൻ എന്ത് പറയല. വീടിൻ്റെ സാമ്പത്തിക മേഖല ക്രമീകരിക്കാൻ വേണ്ടി 7ാമനായ ഫ്രാൻസിസ് എന്ന് പറഞ്ഞവനെ എൻ്റെ അമ്മ പ്രസവിച്ചില്ല. ലാഭമായിരുന്നു നഷ്ടമായിരുന്നു? കണക്ക് കൂട്ടിക്കുക, നിങ്ങളെ കൂട്ടിയിട്ട് പിന്നെ പറഞ്ഞാൽ മതി. എന്നാൽ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു മാത്തുക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയില്ല. ഞങ്ങൾ അമേരിക്കയിലും അബുദാബിയിലും ഡൽഹിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പനും അമ്മയും കൂടെ എന്നൊരു മകൻ്റെ കൂടെ ഞങ്ങൾ അവന് പൈസ അയച്ചു കൊടുത്ത്. 6ാമനെ പ്രസവിച്ച അപ്പന് അമ്മയ്ക്ക് ലാഭമായിരുന്നു നഷ്ടമായിരുന്നു? ഇപ്പോഴല്ലേ ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇനി പ്രസവിക്കണം, നിങ്ങൾ പ്രസവിച്ചാൽ മനുഷ്യാന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ മാറിപ്പോകുന്നത്. മക്കൾ അനുഗ്രഹമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മക്കളാണ്. മക്കളെ കൈനീട്ടി സ്വീകരിക്കണം. ദൈവം തരുവാണു എങ്കിൽ മക്കളൊരിക്കലും ഒരു ഭാരമല്ല, മക്കളൊരു അനുഗ്രഹമാണ്. ഞാനതൊക്കെ ലിസിയോട് പറഞ്ഞ, എടി പട്ടേലിലെ അമ്മ
ഒരു മറന്ന് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ അമ്മയ്ക്ക് 7 ആൺപിള്ളേരുണ്ട് പിടികൊടുക്കലെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ പൊട്ടിക്കത് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ വസ്ത്രധാരണം. പെൺകുട്ടികളോട് ഫാത്തിമായി പ്രത്യക്ഷപ്പെട്ട മാതാവ് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ നേരിട്ട് നരകത്തിലോട്ട് പോകുന്നത് ഫാഷൻ എന്ന് പറയുന്ന ഒരു സാധനം കയറി വരുമെന്ന് പറഞ്ഞു. നേരമില്ല ഇന്ന്. ഇപ്പം നിങ്ങളെയൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. എപ്പോഴും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരാണ് കുലീനത്വം എന്ന് പറയുന്നത്. അതാണ് ഒരു സ്ത്രീത്വത്തിന് ഒരു കുലീനത്വമുണ്ട്. ആ കുലീനത്വം പോയാൽ സ്ത്രീത്വം പോയി. പെണ്ണ് വേഷം കെട്ടാൻ ആരെ കൊണ്ടും പറ്റും, പുരുഷ വേഷം കെട്ടാൻ. അപ്പം വസ്ത്രധാരണം, പിള്ളേരെ മര്യാദയ്ക്ക് വസ്ത്രം ധരിപ്പിക്കുക. പിന്നെ 5 ആദ്യ ശനിയാഴ്ചകളിൽ പോവുക. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. 5 ആദ്യ ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് വിസ്തുർവാനം സ്വീകരിച്ച് 15 രഹസ്യങ്ങൾ ധ്യാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പം മരിച്ചു കഴിഞ്ഞാലും മാതാവായിരിക്കും നിങ്ങളെ പിടിക്കുന്നത് മരണസമയത്ത്. ഒത്തിരി ഉദാഹരണങ്ങളുടെ പറയാൻ നേരെയില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മാതാവ് എങ്ങനെയാണ് എന്നെ കൊണ്ടുപോയതെന്ന് ഞാൻ പറയാം. മാതാവ് കൊണ്ടുനടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മാതാവിനെ പറ്റി ഞാൻ അമേരിക്കയിൽ ചെന്ന്, ഞാൻ ഇവിടുന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ പോയി യോഗ ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി യോഗാഭ്യാസമൊക്കെ പഠിച്ചതാണ്. ഇന്ത്യ ഞാൻ യോഗ പഠിപ്പിച്ചതാണ് കൊച്ചിയിലൊക്കെ. അപ്പം ഞാൻ വോളിബോളായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സ്പോർട്സൊക്കെ ആയിട്ട് പൊത്തിപ്പെട്ടു. അപ്പോൾ ഇന്ത്യ ലിസി ആയിട്ട് ഇച്ചിരി അതെങ്ങനെയാണ് പറയണേ, എനിക്ക് നാണം വേണം എന്നെങ്കിലും. അപ്പോൾ അമേരിക്ക അവൾ പോയായിരിക്കും. അപ്പോൾ കൂടുതൽ പോകണമെന്ന് ഓർത്ത് യോഗ അമേരിക്കയിൽ പോയി യോഗ അവിടെ ഞാൻ ക്ലാസ് എടുത്തതാണ്. പക്ഷേ അമേരിക്ക സാഹിബിനെയും മദാമിനെയൊക്കെ യോഗ പഠിപ്പിച്ചതാണ്. നീൽ ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. നീൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ഏത് സാഹിബും മുട്ടുകുത്തുമായിരുന്നു. എന്നുവെച്ചാൽ തിരിച്ചു ചോദിക്കുമല്ലോ. അപ്പം നമ്മളെയൊക്കെ പെട്ട ഒരു മുട്ടുകുത്തിച്ചാൽ. പക്ഷെ അത് കഴിഞ്ഞ് 2003 ഞാൻ ഇതൊന്നും പിടിച്ചിട്ട് കച്ചയടിക്കുന്നില്ല, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ മാതാവ് ചോദിച്ചു, എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നല്ല മര്യാദയ്ക്ക് നടന്നതല്ലേന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഇച്ചിരി പൊളിറ്റിക്സ് എല്ലാം ഉണ്ട്. മാതാവ് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു പ്രയർ ഗ്രൂപ്പിൽ കൂടെ, മോനെ നിന്നെ കൊണ്ടുവന്ന് ലിസിയൊന്നും അല്ല, നിന്നെ കൊണ്ടുവന്ന് ഞാനാണ്. എൻ്റെ സ്നേഹത്തിലൂടെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നീ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി നിനക്ക് സകൽ കൃപയായിട്ട് ഞാൻ നിന്നെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവ് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചു. തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി നീ കുടുംബ വിഷയം സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റും. എനിക്കത് കേട്ടപ്പോൾ ചിരിവത് എൻ്റെ തലയിൽ ഒരു വചനം നിൽക്കലാണ്. പക്ഷേ എന്നതായാലും ഞാൻ 2003 പോയി. ഞാൻ 10 വർഷം ഒരു ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കൽക്കരി പൊടി എൻ്റെ മൂക്കിൽ കൂടെ ചെവി കൂടെ ഒക്കെ കൽക്കരി വരും. ഇപ്പോഴും വരുന്നുണ്ടെന്ന് എനിക്കവിടെ. ഞാൻ മാതാവിനോട് ചോദിച്ചു, എല്ലാ പരീക്ഷയിലും ഞാൻ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് പാസ്സായിട്ടും രക്ഷപ്പെട്ടില്ല. ഒറ്റ പ്രാവശ്യം 2003 കാലിഫോർണിയയിൽ ഒരു പള്ളിയിൽ പോയി ഞങ്ങളൊരു ഫാമിലി റിട്രീറ്റിൽ പോയി ഞാൻ ക്ലാസ് എടുത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ യോഗേഴ്സിലെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ എനിക്ക് അവർ ജോലി മേടിച്ചു തന്നെ. എനിക്ക് അറിയാൻ മേലാത്ത മേഖല അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടർ. എൻ്റെ 12 വർഷത്തെ ആദ്യത്തെ ഗ്രാജുവേറ്റ് ജോലിയുടെ 2.5 ഇരട്ടിയായിരുന്നു എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ ശമ്പളം. പ്രൈസിലോട് എന്നാ കുശുമ്പ് ഒന്ന് പറഞ്ഞ പ്രൈസിലോട്. അവിടെ ഇരുത്തി ഈശോ എന്നെ വളർത്തി, സാമ്പത്തികമായിട്ട് എന്നെ രക്ഷപ്പെടുത്തി. 2004 എന്നോട് ഈശോ യോഗയെപ്പറ്റി ചില കാര്യങ്ങൾ കാണിച്ചു തന്നു. വിശ്വാസിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനുള്ളതല്ല യോഗ. അന്ന് ഞാൻ നിർത്തതാണ്. അവിടെ നിന്നെല്ലാം രാജിവെച്ച് പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, അത് തീരുന്നില്ല, ഏതായാലും തീർക്കും. അപ്പോൾ അത് 2004 ശേഷം യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. അപ്പം മാതാവിനെ വിശ്വസിച്ച് മാതാവിൻ്റെ കയ്യിലോട്ട് നമ്മൾ കരങ്ങൾ കൊടുത്ത് മാതാവ് പറയും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മാതാവ് അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 പിള്ളേരായിരുന്നു. ടോണി, ജിമ്മി. ടോണിക്കുട്ടൻ ഇപ്പം ജീസസ് യൂത്തിനോട് പ്രവർത്തിക്കുന്നു, ജിമ്മിജൻ മെഡിക്കൽ സ്കൂളിൽ. അവൻ പഠിപ്പിച്ച് നടക്കുമായിരുന്നു, ടീച്ചറായിരുന്നു. പക്ഷേ അവന് പിന്നെ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറായിക്കൊണ്ടിരിക്കുന്നു. മോളൂട്ടി അവൾ മിടിക്കായിരുന്നു, ലിനിക്കുട്ടി. എന്നാ മിടിക്കായിരുന്നു അറിയോ? അല്ല മിടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കാണ് 6 വയസ്സിൽ അസുഖം വന്ന് പേടിച്ചിട്ടായിരുന്നു എന്ന് പറയാം. എന്നായാലും സീഷർ വന്ന് ഡോക്ടർമാർ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഇനി ഈ കൊച്ചു ഒരിക്കലും ഏറ്റു നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊന്തയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്ന് മാതാവ് ഈശോനെ പറഞ്ഞു വിട്ട് മോള് ഏൽപ്പിച്ച് വന്ന് ഡോക്ടർമാരൊക്കെ ന്യൂയോർക്ക് മെഡിക്കൽ കോളേജ് പേടിച്ച് അല്ല ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഡോക്ടർമാർ ഉപേക്ഷിച്ച് കൊച്ചു ഒരിക്കലും ഏറ്റില്ല. അന്ന് രാത്രി 11 ഏറ്റാണ്. കൊച്ചു പറഞ്ഞു, മോളൂട്ടി നീ എങ്ങനെ ഏറ്റേന്ന് ചോദിച്ചപ്പം ഈ ഇരിക്കുന്ന ഈശോ കരുണയുടെ ഈശോ വന്ന് എന്നെ തൊട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലിസി പറഞ്ഞു ഇവള് മരിക്കാൻ പോവുകയാണെന്ന്. അപ്പം ഞാൻ അന്നേരം ഇല്ലമ്മേ ജീസസ് കെയിം ആൻഡ് ടച്ച് ആൻഡ് ഹീൽഡ് മീ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പീഡിയാട്രീഷ്യൻ ന്യൂറോളജിസ്റ്റ് ചോദിച്ചെന്നെ അറിയോ, ഇത് എന്നതാ വാട്ട് എ മിറക്കിൾ ഇറ്റ് ഈസ് എന്ന് ഡോക്ടർമാർ ചോദിച്ചതാന്ന് പറഞ്ഞു. ഞങ്ങളോട് ചോദിച്ചാൽ അന്ന് ഞാൻ ഈ കൊന്ത ഉരുട്ടിക്കൊണ്ട് നടക്കുമ്പോൾ അവരെന്നെ കണ്ടിട്ട് ഒരു അപ്പനായിട്ടാണ് തോന്നിയത്. കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു. അന്ന് ആ ഡോക്ടർ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു വാട്ട് ടൈപ്പ് ഓഫ് നീ എന്താ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു ദിസ് ഈസ് ഗോഡ് റോസറി, ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതാന്ന് പറഞ്ഞു. വാട്ട് എവർ ഇറ്റ് ഒരു മിറക്കിളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവളിങ്ങനെ വന്നു. അത് കഴിഞ്ഞ് അവൾക്ക് ഫാർമസിസ്റ്റ് ആകണമെന്ന് പറഞ്ഞു. നല്ല ശമ്പളമാണല്ലോ. ഞങ്ങൾ പറഞ്ഞു മോളൂട്ടി നീ ടീച്ചറായാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല ചാച്ച എനിക്കും ഫാർമസിസ്റ്റ് ആകണമെന്ന് പറഞ്ഞു. മൂത്ത ചേട്ടൻ എഞ്ചിനീയർ, 2ാമൻ ഡോക്ടർ ആകുമ്പോൾ എനിക്ക് ഇച്ചിരി കാശ് വേണം. ഞാൻ പറഞ്ഞു നിനക്ക് എന്തായാലും കാശ് വേണം, ഞാൻ ചാച്ച തരാം. ടീച്ചറാകുമ്പോഴേ ടീച്ചർമാർ പിള്ളേർ നിങ്ങളാരും ടീച്ചറാകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല, കെട്ടിയവനും പിള്ളേർ വീട്ടിലുള്ളപ്പോൾ ടീച്ചറും വീട്ടിലുണ്ടാകുമല്ലോ സ്കൂളില്ലെങ്കിൽ. അതുകൊണ്ട് മാൾക്ക് അതായിരിക്കും ഫാമിലി ലൈഫാണ് മാളെ നമ്മളെയൊക്കെ വിളിച്ചേക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 21ാമത്തെ വയസ്സ് എന്നായാലും അവൾ മിടിക്കുകയായിരുന്നു, ഓട്ടത്തിന് മിടിക്കുകയായിരുന്നു, ഭയങ്കര പാട്ടുകാരിയായിരുന്നു. സ്കൂളിലെ പാട്ടിന് സെലക്ഷൻ കിട്ടി. അടുത്ത പാട്ടിൻ്റെ ലെവലിലോട്ട് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു മാതാവിനോട് ചോദിക്കാൻ പറഞ്ഞു. മാതാവിനോട്
ചോദിച്ചു ഉടനെ. പക്ഷേ മാതാവ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് 21ാമത്തെ വയസ്സിൽ ഈ രോഗം തിരിച്ചു വന്നു, പെട്ടെന്ന് തിരിച്ചു വന്നു. ജൂലൈ മാസം 15-ാം തീയതി 2019 ജൂലൈ മാസം 19-ാം തീയതി 15-ാം തീയതി ഞങ്ങൾ കൊന്തയിലിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അവൾക്ക് സീഷർ തിരിച്ചു വന്നു 1-2-3. ഉടനെ കുഞ്ഞമ്മയുടെ ലിസിയുടെ അമ്മയുടെ കിടക്കുന്ന മുറി കൊണ്ട് കിടത്തി. പക്ഷേ രാത്രി വന്നു, ലിസി ഓടിച്ചെന്നു, ഞാൻ ചെന്നു, ഞങ്ങൾ ആംബുലൻസെ കൊണ്ടുപോയി. പക്ഷേ കൊച്ച് പെട്ടെന്ന് കോമായിലായി. ഞങ്ങളന്നേരം എന്നാ 2003 ബോധം കെട്ടിടത്തുനിന്ന് ഈശോ വന്ന് തൊട്ട് കൊടുക്കുക. അന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇൻ്റർനാഷണലായിട്ട് എനിക്ക് പ്രേ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഈ കുടുംബവിഷയം എടുക്കുമ്പോൾ ലിസിയും ടോണിയും ജിമ്മിയും ലിനുക്കുട്ടിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇംഗ്ലണ്ടിലെ പ്രേ ഗ്രൂപ്പ്, കാനഡയിലെ പ്രേ ഗ്രൂപ്പ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലെയും പ്രേ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫാസ്റ്റിംഗ് റിട്രീറ്റിൻ്റെ ആളായിരുന്നു. ഈ ഉപവാസം ഞാൻ 3 ദിവസം വെള്ളം കുടിച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെ അവസാനം കാനഡയിലെ ഒരു അച്ഛനും സിസ്റ്ററും ഉള്ള 11 പേരുടെ ഗ്രൂപ്പിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞു, ജോർജ് ചേട്ടനോട് ഈശോ പറയുന്നു ജോർജ് ചേട്ടൻ ലിസിയും കൂടെ ലിനുക്കുട്ടിനെ തിരിച്ചു വിടാൻ പറഞ്ഞു. എങ്ങനെയാ മിടുക്കിയായിട്ട് നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ പറഞ്ഞങ്ങനെ വിടാൻ പറ്റുമോ? അപ്പോൾ പക്ഷേ ഈ ആമ്പിള്ളേരെ വളർത്തിട്ട് വലിയ കാര്യമുണ്ട് കേട്ടോ. എന്നാലും പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ ചാച്ചേനെ ഏറ്റവും കെട്ടിപ്പിടിക്കും. നവംബർ 3 വന്ന് എന്നെ ചാച്ചയെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയും. പെൺകുട്ടികൾ അപ്പം എപ്പോഴും ഒരു ഹരമായിരിക്കും അല്ലേ? ശരിയല്ലേ? പക്ഷേ എന്നോട് ഞങ്ങളോട് പറഞ്ഞു, ലിസിയെ ഇല്ല, ഇനി തരുന്നില്ല, നിങ്ങൾക്ക് 6-ാം വയസ്സിൽ കൊണ്ടുപോകേണ്ട കൊച്ചിനെ ഞങ്ങൾ 15 വർഷം കൂടെ തന്ന് തിരിച്ച് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പരിശ്രമം കെഞ്ചി, അമ്മ എനിക്ക് 1 മണിക്കൂർ എൻ്റെ കൊച്ചിനോടൊന്ന് വർത്താനം പറഞ്ഞ ഇല്ല തരാൻ പറഞ്ഞ്. ഞാനും ലിസിയും ടോണിക്കുട്ടനും ജിമ്മിച്ചനും കൂടെ ലിനുക്കുട്ടിയുടെ നെറ്റിയെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോളൂട്ടി തിരിച്ചു പോവുകയാണ്, പൊക്കോളൂ, ഒറ്റ കാര്യം ചെയ്താൽ മതി, മോളൂട്ടിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിച്ച് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 2019 ഓഗസ്റ്റ് മാസം 4-ാം തീയതി പിതാവിൻ്റെ ആണല്ലോ ആദ്യ ഞായറാഴ്ച, അന്ന് എൻ്റെ മോളൂട്ടി സ്വർഗ യാത്ര ആരംഭിച്ചു. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, പ്രൈസ് ലോർഡ്. വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ അഭിമാനത്തോടെ ആ ദിവസങ്ങൾ പരിസ്ഥിതി അമ്മ ഞങ്ങളെ കാത്തു. ഞങ്ങളുടെ ഒരു കൊച്ചു സ്വർഗത്തിലുണ്ടെന്ന് ചങ്കുറപ്പോടെയും സ്നേഹത്തോടെയും പറയാൻ പറ്റുന്ന ഒരു അപ്പൻ്റെ സ്ഥാനത്തേക്ക് എന്നെ ഈശോ ഉയർത്തി, പരിശ്രമം ഉയർത്തി. വേറൊരു ഗുണം കൂടെ എനിക്കൊന്ന്, ഞാൻ അവിടെ ക്ലാസ് എടുത്താൽ ഒത്തിരി വിടുതൽ കിട്ടും. പക്ഷേ കുഞ്ഞുങ്ങൾ നേരത്തെ പോയിട്ടുള്ള മാതാപിതാക്കളുടെ ദുഃഖത്തിൻ്റെ ഭാരമായിട്ട് ഇന്ന് ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ഭാരങ്ങൾ സ്വർഗം അഴിക്കുന്നുണ്ട്. ആമേൻ, പ്രൈസ് ലോർഡ്. അത് കഴിഞ്ഞ് മാതാവ് കൊണ്ടുവന്ന് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. ഇതാണ് മാതാവ്, ഇതാണ് പരിസ്ഥിതി അമ്മ. അപ്പോൾ മാതാവ് എന്നോട് വേറെ എൻ്റെ പ്രേ ഗ്രൂപ്പിലെ കൂട്ടുകാരൻ പറഞ്ഞു, ജോർജ് ചേട്ടനോട് പരിസ്ഥിതി അമ്മ പറയുന്നു, ലൂർദ് ഫാത്തിമ മെഡ്ജുഗോറ പോകാൻ വേണ്ടി മാതാവ് കൊണ്ടുപോകാൻ പോകണം, ഒരുക്കിക്കോളാൻ പറഞ്ഞു. ഉടനെ ഞാൻ ഇംഗ്ലണ്ടിലെ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഫാത്തിമായി പോയി കഴിഞ്ഞ് 6 ദിവസം മാതാവ് എന്നെ താമസിപ്പിച്ച്. ഞാൻ എല്ലാ ദിവസവും രാവിലെ പോയി പ്രാർത്ഥിക്കും. ഫ്രാൻസിസ് ജസിന്ത ജൂസിയുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. 6 ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ മാതാവ് കൊണ്ടുപോയത്. ലിസിനെ കൊണ്ടുപോയില്ല, ലിസി പോകുന്നില്ല, അമ്മയുള്ളതായിട്ട്. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അവിടെയെല്ലാം പോർച്ചുഗീസിലാണ് കുർബാനയെ. അപ്പം ഞാൻ ഇന്ന് വരെ കുർബാന മിസ് ചെയ്തിട്ടില്ല. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ദിവസം വിമാനത്തിലാണെങ്കിൽ മാത്രമേ മിസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതർവൈസ് 2 കുർബാന എന്നും കാണാറുണ്ട്. ഈശോ ഒരിക്കലും ആ അവസരം നിഷേധിച്ചിട്ടില്ല. ഫാത്തിമായി ഞാൻ പോരുന്ന 5 മണിക്ക് ഞാൻ പോരണം, എനിക്ക് ലൂർദിലോട്ട് പോകാൻ വേണ്ടി. അപ്പം അന്ന് കുർബാന മിസ് ചെയ്യും, ഒരു രക്ഷയില്ല. ഞാൻ എന്നും അവിടെ ചെന്ന് ചോദിക്കും, ഇംഗ്ലീഷ് പ്രീസ്റ്റ് ഉണ്ട് ഒരു കുർബാന ചെല്ലിക്കാൻ, നമുക്ക് ചെല്ലിക്കാമല്ലോ. നോ ഇംഗ്ലീഷ് എന്നെ കാണുമ്പോൾ തന്നെ പറയും. ഏതായാലും അതിൻ്റെ തലേദിവസം ഞാൻ പോയി പറഞ്ഞു. അന്ന് ഒത്തിരി ഞാൻ വർത്താനം പറഞ്ഞു, മാതാവിനെ കൊണ്ട് പറ്റും, നാളെ എനിക്കൊരു കുർബാന ഇവിടെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ തമാശ ചോദിച്ചത്, നമുക്ക് എന്നെ കിടക്കട്ടെ കിട്ടട്ടെ. പിറ്റേ ദിവസം രാവിലെ അതുപോലെ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അങ്ങോട്ട് ഷൈലിലോട്ട് ഓടിപ്പോയപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഭയങ്കര കാറ്റും മഴയായി. ഞാൻ അതിൽ കയറിയിരുന്ന് എൻ്റെ കൊന്തയല്ലി. അത് കഴിഞ്ഞ് ഞാൻ മാതാവുമായിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കാൻ തുടങ്ങി. മാതാവ് എന്തുകൊണ്ടാണ് കൊച്ചിനെ കൊണ്ടുപോയെന്ന് ചോദിച്ചു. ഒരു ദിവസം ഇവിടെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കുറേ ഒച്ചയെടുക്കുക. അപ്പോൾ അവിടുത്തെ ഒരു പോർച്ചുഗീസ് സെക്യൂരിറ്റി വന്ന് ഈ ഒച്ച കേട്ടോണ്ട് വന്നതാണ്. എൻ്റെ ഒച്ച കേട്ടിട്ട് മലയാളം അവൻ പോയി കിടന്നു. ഉടനെ ഒരാൾ വന്ന് ഓടി വന്നു കൈ വീശി കാണി. ഞാൻ അവിടെ വല്ല പിടിച്ചുപറിക്കാരനാണ്, അവിടെയെങ്കിലും രാത്രിയാണ്, നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന മരത്തിൻ്റെ താഴെയുള്ള ഗ്രോട്ടയിലാണ് പ്രാർത്ഥിക്കുന്നത്. ആ മേശപ്പുറത്ത് 2 തിരി കത്തിക്കുക കുർബാനയ്ക്ക് വേണ്ടി. ദൈവം ഇതാരടാ? ഈ ഓടി കൈ കാണിച്ച ആളെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു പുരോഹിതനായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന പുരോഹിതൻ. അവിടെ പോർച്ചുഗീസ് ഭാഷയിൽ അതുവരെ കുർബാന വന്നിട്ട് കൃത്യം ആ കുർബാന ചെല്ലാൻ വേണ്ടി ആ പുരോഹിതനെ മാതാവ് പറഞ്ഞ് പോയി കുർബാന ചെല്ലാൻ പറഞ്ഞ് ആ അച്ഛൻ ഇംഗ്ലീഷിൽ, ഞങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ എനിക്ക് വേണ്ടി കുർബാന ചെല്ലാൻ പരിസമ്മ വെളുപ്പനെ ഫാത്തിമയിലേക്കൊരു പുരോഹിതനെ പറഞ്ഞു വിട്ടെങ്കിൽ ആ പരിസമ്മയുടെ കൂടെ നടക്കുന്ന ലാഭമാണോ നഷ്ടമാണോ? വേഗം പറയാം. കൈയൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനത് കഴിഞ്ഞ് ലൂർദിലോട്ട് പോയി. ലൂർദിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടല്ലോ, ഈ ലൂർദിൽ ബർണാദത്തിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഈ തലക്കെട്ട് മുട്ടുമ്പം ഈ ചെവിക്കകത്ത് വെള്ളം പോയി ചെമ്പേട്ട് കൊട്ടുന്ന പോലെ ഒരു ഒച്ചയാണ്. അപ്പം ഞാൻ ലിസിയോട് പറഞ്ഞ് തലയ്ക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കണമെന്ന് പറഞ്ഞു. എന്നായാലും ഞാൻ MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ച്, കേരളത്തിലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ജോർജ് ചേട്ടൻ കൊച്ചിലെ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു.
അന്ന് ജപിക്കകത്ത് കയറിയതാണെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ സൂചിച്ചപ്പോൾ അവിടെ ഇപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ബോധം കെട്ട് പോയി. 2 ദിവസം കഴിഞ്ഞ് ഏറ്റു വന്നു. അപ്പം ഞാൻ ഈ ചെമ്പോട്ട് കൊണ്ടുവന്ന് ഒച്ചയായിട്ട് പോവാ. ലൂർദിൽ ചെന്നപ്പോൾ അവിടെ ഈ മുങ്ങിക്കുളിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഈ കോവിഡിന് മുമ്പ് എന്നും മുങ്ങാറ്. ആദ്യത്തെ ദിവസം മുങ്ങിപ്പോൾ ഞാനിത് ഓർത്തില്ല. 2ാമത്തെ ദിവസം ഞാനേ മുങ്ങാൻ നേരത്തെ ഓർത്ത്, മാതാവേ ഇതൊന്ന് മാറ്റിത്തരാമോ, എന്നാ വെച്ചാൽ അമ്മയെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ അവർ തന്ന് തോർത്തൊക്കെ കൊടുത്ത് മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് അതിലോട്ട് അങ്ങ് മുങ്ങി കുറച്ചു നേരം മുങ്ങിക്കിടന്നു. ഞാൻ ഈ തോട്ടി കിടന്ന് വളർന്നവനാണ്. അപ്പോൾ അവരോർത്ത് ഇപ്പം ചത്തുപോയതാണ്. എന്നായാലും ഞാൻ ഏറ്റു വന്ന് കൊട്ട് നോക്കിയപ്പോഴുണ്ടേ, നിങ്ങളൊന്ന് കൊട്ട് നോക്കി, നല്ല തലക്കെട്ട് കൊട്ടുന്നൊരു ഒച്ച എൻ്റെ തലക്കെട്ട് കൊട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എനിക്കറിയത്തില്ല. അതായത് വർഷങ്ങളായിട്ട് എന്നെ ബന്ധിച്ചിട്ടിരുന്ന ഒരു വൈശാഖിക ശക്തിയുടെ പീഡനത്തിൽ നിന്നും ലൂർദിൽ മാതാവ് എന്നെ മോചിപ്പിച്ചെങ്കിൽ ആ മാതാവിൻ്റെ കൂടെ നടക്കുന്ന ലാഭമാണോ നഷ്ടമാണോ? വേഗം പറയും. മെഡ്ജുഗോറെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ കുമ്പസാരക്കൂടെന്നാണ് പറയുന്നത്. യൂത്തും എല്ലാം കുമ്പസാരിക്കുന്നത്. അവിടെ 101 കുമ്പസാരക്കൂടുണ്ട്. ഞാൻ ഈ എന്നും കുമ്പസാരിക്കുക, എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുകയാണെങ്കിലും അവിടെ ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ഫാത്തിമായി ഒരു 20 പേജുണ്ട്. വിമാനത്തൊക്കെ ഇരുന്ന് എഴുതുക, കൊച്ചിലോട്ട് ഓർത്ത് എഴുതി. ഫാത്തിമായി കുമ്പസാരിക്കാൻ ചാൻസ് കിട്ടിയില്ല, ലൂർദിൽ ചാൻസ് കിട്ടിയില്ല. മെഡ്ജുഗോറെ അവിടെ ഒരു ഇംഗ്ലീഷ് അച്ഛനുണ്ട്. പക്ഷേ അന്നെന്നാ ഇംഗ്ലീഷ് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കും. ഞാൻ അവരോട് എന്തും ചോദിക്കുക, എനി പ്രീസ്റ്റ് ഓഫ് ഇന്ത്യ ഓർ കേരള ഓർ തമിഴ്നാട് ശ്രീലങ്ക. എന്നാൽ നമ്മൾ ഈ മലയാളത്തിൽ പാപം ചെയ്തിട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു സുഖം കിട്ടിയാൽ. എന്നായാലും ഇല്ല. അന്ന് അവസാന ദിവസം ആ ഇംഗ്ലീഷ് അച്ഛൻ പറയാം, എന്നാൽ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ കുമ്പസാരിച്ചേക്കെന്ന് ഓർത്തപ്പോൾ അച്ഛൻ പറയാം, ഐ വോണ്ട് ബി, ഞാൻ ഇന്ന് ഇവിടെ ഇല്ല, കുമ്പസാരില്ല. ഞാൻ ഓർത്ത് എൻ്റെ പൊന്നു മാതാവ്, ഞാൻ 20 പേജുമായിട്ട് ഇനി തിരിച്ച് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ കവന്ന് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേര് എൻ്റെ തലയുടെ മുമ്പിൽ കൂടെ പോകുന്ന പോലെ ഒരു ഒച്ച കേട്ടു. എന്നോട് തലയുയർത്താൻ പറഞ്ഞ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോൾ 2 ചെറുപ്പക്കാർ പോവുക. അവരെ പരിചയപ്പെടാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. അവർ 2 പേരും ഇസ്രായേലിൽ നിന്നാണ്, വിക്കി ആൻഡ് മരിയ. ഞാൻ ചോദിച്ചു വൈ ആർ യു ഹിയർ, ദ സർവീസ് ഓവർ, വി കെയിം ഹിയർ ഫോർ എ കൺഫെഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ മോർ കൺഫെഷൻ ടുഡേ, നോ വി ഗോട്ട് എ അവർക്കൊരു പ്രീസ്റ്റിനെ കിട്ടിയത്. അതായത് നിങ്ങൾ മെഡ്ജുഗോറിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു അച്ഛൻ മെഡ്ജുഗോറിയെ പറ്റി പഠിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ മരിച്ചു അവിടെ ഈ റോസ്കില്ലിൽ അടക്കിയിട്ടുണ്ട്. അവിടെ ഒത്തിരി അച്ഛന്മാർ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. എന്നുവെച്ചാൽ അവിടെ ഒരു മലയാളി അച്ഛൻ വത്തിക്കാനിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛൻ, മലയാളി അച്ഛൻ, ഈ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണം റോസിലോട്ട്. ഞങ്ങൾ ഇപ്പുറത്തായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇസ്രായേലിൽ നിന്ന് വന്ന വിക്കി മരിയയും കൂടെ കുംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഉടനെ എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛോ വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. പറഞ്ഞാൽ വിക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞു വേർ ആർ യു അവിടെ നിന്ന് പറഞ്ഞാൽ വിക്കി പറഞ്ഞു ഹീസ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ മരിയ പറഞ്ഞു ഹീസ് ഫ്രം കേരള മലയാളി എന്ന് പറഞ്ഞു. ഹലോ, 20 പേജുണ്ടായിരുന്ന എൻ്റെ പാവങ്ങൾ മുഴുവൻ കേൾക്കാൻ വേണ്ടി ഒരു മലയാളി പുരോഹിതനെ മെഡ്ജുഗോറിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കുംസാരിപ്പിച്ച പരിശ്രമയുടെ കൂടെ നടക്കുന്ന ലാഭമാണോ നഷ്ടമാണോ? അടികൈ. ആമേൻ, പ്രൈസ് ലോർഡ്. 100 ഉദാഹരണങ്ങൾ. റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിപ്പോയ എൻ്റെ വണ്ടി ട്രെയിൻ പിടിച്ചു നിർത്തിയേച്ച് പരിശ്രമ പോലീസിനെ വിട്ടുകൊണ്ട് ട്രാക്കിൽ നിന്ന് എന്നെ പിശാച് ഒത്തിരി എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ മാതാവ് രക്ഷിച്ചത്, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്, കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നയിക്കുന്നത്, കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ സക്രിയാസിന്റെ മുമ്പിൽ സക്രിയാസ് സംശയിച്ചപ്പോൾ സക്രിയാസിനെ മ്യൂട്ടാക്കി വിട്ട ഗബ്രിയേൽ എന്ന് പറയുന്ന അതേ മാലാഖ തന്നെ മേരി എന്ന പെൺകുട്ടി അതേ സംശയം ചോദിച്ചപ്പോഴത്തേനും മുട്ടുകുത്തി പഞ്ചപൂച്ച മടക്കി മേരിയുടെ മുമ്പിൽ ഗബ്രിയേൽ മുട്ടുകുത്തിയെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തും, എൻ്റെ കുഞ്ഞുങ്ങൾ മുട്ടുകുത്തും, എൻ്റെ കുടുംബം മുട്ടുകുത്തും. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുള്ള യാത്ര, പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് ഒരു അമ്മയും ഒരു കൊച്ചും കൂടെ ഒരു കൈത്തോടുള്ളിടത്തുള്ള പോയപ്പോഴത്തെ ഒരു തടിപ്പാലത്തിൽ കൂടെ പോകുമ്പോഴത്തേനും അമ്മ കൊച്ചിനോട് പറഞ്ഞ് മോനെ നീ എൻ്റെ കയ്യെ പിടിച്ചോളാൻ പറഞ്ഞു. മോൻ ബുദ്ധിയുള്ളവനായിരുന്നു പറഞ്ഞു. മോൻ പറഞ്ഞ് അമ്മേ ഞാൻ അമ്മയെ പിടിച്ചാൽ എൻ്റെ കൈ വഴുതിപ്പോവും, അമ്മ എന്നെ കയറി പിടിക്കാൻ പറഞ്ഞു. അമ്മ പിടിച്ചാൽ കൊച്ചിൻ്റെ കയ്യെന്ന് പിടിയല്ല, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ നീട്ടിക്കൊടുത്തേ പരിശുദ്ധ അമ്മ എന്നെ പിടിക്കാൻ പറഞ്ഞേ. അമ്മ പിടിക്കും, അമ്മ കൊണ്ടു നടക്കും. അമ്മയുടെ വഴിയെ നടന്നാൽ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, തലമുറകൾ ഒരു സാക്ഷ്യമായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് അമ്മയുയർത്തും. പണ്ട് 2006 വിമാനം താഴോട്ട് വന്നപ്പോൾ കോക്ക്പിറ്റിൽ നിന്ന് ഒരു പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയോടെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.